മാതാപിതാക്കളും ടീച്ചേഴ്സും ഒരുമിച്ച്. യെസ്, എല്ലാവരും ഒരുമിച്ച്. ചറപറയായി ഇടിമതിയായി വീണ്ടും വന്നേ. പടപടയായി ചറപറയായി ഇടിമതിയായി വീണ്ടും വന്നേ. വീണ്ടും വന്നേ വിസ്മയവർഷം, പറക്കാൻ പുത്തൻ വർഷം, ഒന്നായി കൂടാൻ മിന്നും വർഷം വന്നല്ലോ. വീണ്ടും വന്നേ വിസ്മയവർഷം, പറക്കാൻ പുത്തൻ വർഷം, ഒന്നായി കൂടാൻ മിന്നും വർഷം വന്നല്ലോ. ഇനി വീട്ടിലിരിപ്പിൻ ബോറില്ല, ഗെയിമുകൾ തപ്പിയിറങ്ങണ്ട, വചനം പഠിക്കാൻ ഇതിലും നല്ലൊരവസരമില്ല. ഇനി വീട്ടിലിരിപ്പിൻ ബോറില്ല, ഗെയിമുകൾ തപ്പിയിറങ്ങണ്ട, വചനം പഠിക്കാൻ ഇതിലും നല്ലൊരവസരമില്ല. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. Driving in the wrong direction. Please turn around. ഗൂഗിൾ മാപ്പിൽ നോക്കി പോകാൻ കഴിയാത്തൊരു വഴിയാ, വൈസിൽ മുഴുവൻ തപ്പിത്തടഞ്ഞാൽ എങ്ങും എത്തൂല. ഗൂഗിൾ മാപ്പിൽ നോക്കി പോകാൻ കഴിയാത്തൊരു വഴിയാ, വൈസിൽ മുഴുവൻ തപ്പിത്തടഞ്ഞാൽ എങ്ങും എത്തൂല. ഇത് വണ്ടികൾ അങ്ങനെ കടന്നു ചെന്നാൽ കഴിയാത്തൊരു വഴിയാ, നടന്നു മോടിയും നെറ്റുമടിച്ചാൽ എങ്ങും എത്തൂല. Turn right. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മളൊരു പുതിയ പാട്ട് കൂടി നമ്മൾ പഠിക്കാൻ പോവാണ്. ആ പാട്ടിൽ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ വഴിയിൽ വീഴാതെ എന്നെ മാറോട് അണയ്ക്കുന്നൊരു കർത്താവ്. നിങ്ങൾ ഈ കഴുകനെയൊക്കെ കണ്ടിട്ടുണ്ടോ? കഴുകനെ കണ്ടിട്ടുണ്ടോ? ഈഗിൾ കണ്ടിട്ടുണ്ടോ? ഇത് വലുതല്ലേ അല്ലേ? അതിൻ്റെ കൂടൊക്കെ ഒരുക്കുന്നത് വലിയ മലയുടെ മുകളിലാണേ. അതിൻ്റെ വലിയ മലയുടെ മുകളിൽ കൂടൊരുക്കിയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഈ കുഞ്ഞുങ്ങളെ പറക്കാനായിട്ട് ഇത് പഠിപ്പിക്കും. അതെങ്ങനെയാണെന്ന് അറിയാമോ? വലിയ ആ മലയുടെ മുകളിൽ നിന്ന് പതിയെ തള്ളി കുഞ്ഞുങ്ങളെ താഴെ ഇടും. പക്ഷേ ഇത് താഴെ വീണ് നിലം പരിചാകുന്നതിന് മുമ്പേ ഈ തള്ളപ്പക്ഷി ഓടിച്ചെന്ന് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ചിറകിൽ ഈ കുഞ്ഞുങ്ങളെ വഹിക്കും. അത് വീഴത്തില്ല. മനസ്സിലായോ? ഇതുപോലെ നമ്മൾ പലപ്പോഴും നമ്മൾ വീണു പോകേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ യേശു നമ്മളെ വന്ന് താങ്ങിയത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുന്നതെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കരമുയർത്തിക്കേ. അതെ, യേശു എന്നെ താങ്ങിയത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മൾ വളരെയധികം വിഷമിക്കുമ്പോൾ യേശു നമ്മുടെ സമീപസ്ഥനായി. നേരത്തെ ഫേവചേച്ചി നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടല്ലോ. ആമേൻ. നമ്മൾ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ഒരു ദൈവമാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരാണ്? യേശുവാണ്. ആ പേരൊന്ന് ഉറക്കെ പറഞ്ഞേ. യേശു നമ്മുടെ കൂടെ ഉണ്ട്. മാത്രമല്ല, ഞാൻ അതുകൊണ്ട് ഈ യേശുവിൽ മാത്രം ആശ്രയിക്കും. യേശുവിൽ മാത്രം ഞാൻ ആശ്രയിക്കും. മനോഹരമായ ഈ ഗാനത്തിൻ്റെ വരികൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമ്മുടെ പാട്ടുപുസ്തകത്തിൽ 11ാമത്തെ പാട്ടാണ്. പക്ഷേ പാട്ടുപുസ്തകത്തിൽ നോക്കുന്നതിനോടൊപ്പം തന്നെ
നമ്മുടെ ഈ ആക്ഷനും വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ആക്ഷനും പാട്ടും ഒരുമിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആർ യു റെഡി? ആർ യു റെഡി? എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു, എന്റെ Dum tararararadum tararararadum dum tararararadum 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 dum tararararadum 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 O yende Yeshu, yende Yeshu, yende Yeshu, yende Yeshu. Dum tararararadum 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 Hey! Dum tararararadum 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 Hey! Dum tararararadum 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 O yende Yeshu പാടിക്കേ, yende Yeshu എല്ലാവരും പാടിക്കേ. yende Yeshu yende Yeshu yende Yeshu നല്ലവൻ എന്നെ എന്നും കാക്കുന്നവൻ എന്റെ യേശു നല്ലവൻ എന്നെ എന്നും കാക്കുന്നവൻ ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം താങ്ങി എന്നെ ഉയർത്തും ചേർത്തു എന്നെ അണയ്ക്കും താങ്ങി എന്നെ ഉയർത്തും ചേർത്തു എന്നെ അണയ്ക്കും എന്നെന്നും ഇനി സന്തോഷം എന്റെ യേശു ചേർന്ന് പാടിയട്ടെ, എന്റെ യേശു പാടിയട്ടെ. എന്റെ യേശു ആ, എന്റെ യേശു എന്റെ യേശു നല്ലവൻ അവനെന്നും എൻ്റെ ആശ്രയം എന്റെ യേശു നല്ലവൻ അവനെന്നും എൻ്റെ ആശ്രയം എൻ്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും എൻ്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും എൻ്റെ കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്ത് കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്തു എന്നെന്നും ഇനി സന്തോഷം എന്റെ കൂട്ടുകാരെ പാടിക്കേ, എന്റെ എല്ലാവരും എല്ലാവരും. Yes. എന്റെ യേശു എന്റെ യേശു ദും തരാരരദും 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 Hey! ദും തരാരരദും 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 ദും തരാരരദും 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 ഓ മേരാ യേശു 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 കൂട്ടുകാരെ, നല്ലൊരു കയ്യടി വേണം, നല്ലൊരു കയ്യടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ലൊരു കയ്യടി. ഓ, ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ, ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ നല്ല ഉറക്കെ നല്ലൊരു കയ്യടി, നല്ലൊരു കയ്യടി. യെസ് യെസ് യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചോ? നിങ്ങൾ സ്റ്റെപ്പൊക്കെ പഠിച്ചോ? സ്റ്റെപ്പ് പഠിച്ചോ? ഏകദേശം പഠിച്ചില്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് ചാടി എഴുന്നേറ്റ് ഒരുമിച്ച് ചെയ്താലോ?
ചാടി എഴുന്നേക്കാം. ആർ യു റെഡി? ഇല്ല, എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ഇവർക്ക് കാണിച്ചു കൊടുക്കണമെന്നോ അല്ലേ? വേണോ? ഒരു പ്രാവശ്യം കൂടി കാണിക്കണോ? ഒരു പ്രാവശ്യം കൂടി. കൂട്ടുകാരേ, ഇവിടെ ഉണ്ടോ നിങ്ങൾ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചേച്ചിമാർ ഈ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ തന്നെ നിങ്ങളും എൻ്റെ യേശു പാടുവോ? ഇല്ല, നിങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്തോ കണ്ടുകൊണ്ട് മാത്രമേ ഇരിക്കുക. പാടുവോ നിങ്ങൾ? ഓക്കെ, ശരി. നോക്കിയോ, എല്ലാ കണ്ണുകളും ടീച്ചേഴ്സിലേക്ക് പാട്ടുകൾ പാടി ഒരുമിച്ച്. എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ പാടിക്കേ. എൻ്റെ യേശു നല്ലവൻ, എന്നെ എന്നും കാക്കുന്നവൻ. എൻ്റെ യേശു നല്ലവൻ, എന്നെ എന്നും കാക്കുന്നവൻ. ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം താങ്ങി എന്നെ ഉയർത്തും, ചേർത്തു എന്നെ അണയ്ക്കും. താങ്ങി എന്നെ ഉയർത്തും, ചേർത്തു എന്നെ അണയ്ക്കും. എന്നെന്നും ഇനി സന്തോഷം. എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു. വെരി ഗുഡ്. എൻ്റെ യേശു നല്ലവൻ, അവനെന്നും എൻ്റെ ആശ്രയം. എൻ്റെ യേശു നല്ലവൻ, അവനെന്നും എൻ്റെ ആശ്രയം. എൻ്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും, എൻ്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും, എൻ്റെ കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്ത്, കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്തു. എന്നെന്നും ഇനി സന്തോഷം. എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു. ദും തരാരര ദും തരാരര ദും തരാരര ദും, ദും തരാരര ദും തരാരര ദും തരാരര ദും, ദും തരാരര ദും തരാരര ദും തരാരര ദും. ओ मेरा यीशु, 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 ओ मेरा यीशु. കൂട്ടുകാരെ,
അവസാനം എങ്ങനെയാണ് കാണിച്ചേ? അവസാനം എങ്ങനെയാണ് കാണിച്ചേ അല്ലേ? ഇങ്ങനെ കാണിച്ചതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ ചാടി എഴുന്നേക്കണം. എങ്ങനെയാ? ചാടി എഴുന്നേക്കണം. റെഡി? 1 2 3. വെരി ഗുഡ്. ഓക്കെ കൂട്ടുകാരെ, ആർ യു റെഡി? അയ്യോ, ചായ ചായ വേണോ? ചായ വേണോ? അയ്യോ, എന്തോ ഭയങ്കര ക്ഷീണിച്ച് എഴുന്നേക്കുമ്പോൾ തന്നെ വല്യമ്മച്ചിമാർ എഴുന്നേക്കുന്നത് പോലെയാണ്. ഇവിടെ പുറകെ ഇരിക്കുന്നവരൊക്കെ വല്യമ്മച്ചിമാരാണോ? അല്ല 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 അല്ലേ? എനർജറ്റിക്കായിട്ട് നമ്മൾ കളിക്കാൻ പോവുകയാണ്. ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ, വെരി ഗുഡ്. ടീച്ചേഴ്സും അതുപോലെ അച്ചായന്മാര് പോരും പോരും പോര്. യെസ് യെസ്, വെരി ഗുഡ്. ആമേൻ. യെസ്. വെരി ഗുഡ്. Hey! Dum tararara dum tararara dum tararara dum. Hey! Dum tararara dum tararara dum tararara dum. Oh yende Yeshu, yende Yeshu, yende Yeshu, yende Yeshu. Dum tararara dum tararara dum tararara dum. Hey! Dum tararara dum tararara dum tararara dum. Hey! Dum tararara dum tararara dum tararara dum. Oh yende Yeshu, yende Yeshu, yende Yeshu, oh yende Yeshu. Yende Yeshu nallavan, enne ennum kaakunnavan. എന്റെ യേശു നല്ലവൻ, എന്നെ എന്നും കാക്കുന്നവൻ. ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം, ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം താങ്ങി എന്നെ ഉയർത്തും, ചേർത്തു എന്നെ അണയ്ക്കും. താങ്ങി എന്നെ ഉയർത്തും, ചേർത്തു എന്നെ അണയ്ക്കും. എന്നെന്നും ഇനി സന്തോഷം. എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു. വെരി ഗുഡ്. എല്ലാവരും എല്ലാവരും യെസ് യെസ് യെസ്. എന്റെ യേശു നല്ലവൻ, അവനെന്നും എന്റെ ആശ്രയം. എന്റെ യേശു നല്ലവൻ, അവനെന്നും എന്റെ ആശ്രയം. എന്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും, എന്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും, എന്റെ കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്ത്, കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്തു. എന്നെന്നും ഈ സന്തോഷം. എന്റെ എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു. ദും തരാരര ദും തരാരര ദും തരാരര ദും. ദും തരാരര ദും തരാരര ദും തരാരര ദും. ദും തരാരര ദും തരാരര ദും തരാരര ദും. ओ मेरा यीशु, 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 ओ
ओ मेरा ये വെരി ഗുഡ്. നല്ലൊരു കൈയടി എല്ലാവർക്കും നല്ലൊരു കൈയടി. വെരി ഗുഡ്. പോകാം. താങ്ക് യു. നമുക്ക് അവിടെ തന്നെ ഇരുന്നേ, എല്ലാവരും ഇരുന്നേ. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ണുനീർ തൂകുമ്പോൾ, നമ്മൾ വിഷമിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ ഭാരപ്പെടുമ്പോൾ, നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനായി യേശു ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ആ കരമുയർത്തിയാട്ടെ. യേശു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി നമുക്കൊരു ഹല്ലേലൂയ പറയാം. കരമുയർത്തി ഒരു ഹല്ലേലൂയ. തുടർന്ന് മനോഹരമായ മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ ജിനു സാറിനെയും അതുപോലെ തന്നെ മുകേഷ് സാറിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. നമുക്ക് കരങ്ങളടിച്ച് അവരെ ക്ഷണിക്കാം. ആർ യു റെഡി? യെസ്. എല്ലാവരും കൈ പുറകെ കെട്ടുക. എന്നിട്ട് ചാടി ഈ ബിസ്ക്കറ്റ് കടിക്കുക. കൈ പുറകെ കെട്ടിക്കൊണ്ട് ചാടി ബിസ്ക്കറ്റ് കടിക്കുക. നമ്മുടെ ഇതിനകത്തെ ആവശ്യം എന്ന് പറയുന്നത് ഈ പേപ്പറാണ്. ഇതിനകത്ത് ബൈബിളിൽ ഒരു വചനം എഴുതിയിട്ടുണ്ട്. ഇത് കുറേശ്ശെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് എടുത്തിട്ട് ബിസ്ക്കറ്റ് കടിക്കുന്നവർ എടുക്കുക, എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് കിട്ടും. ഓക്കെ, ആർ യു റെഡി? യെസ്. എല്ലാവർക്കും പറ്റും. ഇപ്പോൾ ഞങ്ങൾ കടിക്കുമെന്നുള്ള അതിയായ വിശ്വാസത്തോടെ കുട്ടികളായ പെൺകുട്ടികൾ ഒത്തരവ് ചാടിപ്പിടിക്കുന്ന അതിമനോഹരമായിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിടിച്ചട്ടെ. ഒരാളുണ്ട്. സന്തോഷം അപ്പോൾ ബിസ്ക്കറ്റ് കിട്ടിയവർ അവിടെ നിൽക്കുക. ഇനി അത്ര പേപ്പർ എടുക്കുകയാണ്. അപ്പോൾ ആ പേപ്പർ കഴിക്കുക. ഇനി എല്ലാവരും എടുക്കുക. കഴിച്ചോ. അതിൽ എഴുതിയിരിക്കുന്നത് ഓരോരുത്തർ വായിക്കുക. ഞാൻ തന്നെ വഴിയും ശത്രുവും അല്ല സത്യവും വഴിയും. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞേ, ഞാൻ തന്നെ ഇവിടെ വഴിയും സത്യവും ഇവിടെ ജീവനും ആകുന്നു. യോഹന്നാൻ 14:6. ഓക്കെ, അപ്പൊ എല്ലാം ഒരുമിച്ച് വായിച്ചാൽ എന്തോ പറഞ്ഞത്? ഒരുമിച്ചെന്ന് പറഞ്ഞേ. ആകുന്നു. എന്ന് കൈയടിച്ചേ. ഇതാര് പറഞ്ഞതാ? യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യോഹന്നാൻ 14:6. ഓക്കെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന യോഹന്നാൻ 14:6. നിങ്ങളെ ശബ്ദം കുറച്ചാ പാടുന്നത്.
ശബ്ദം കുറച്ച് പാടിയതുകൊണ്ടാണ് ചേച്ചി വരാത്തത്. നിങ്ങൾ നല്ല ശബ്ദത്തിൽ പാടിക്കേ. ചേച്ചി ചേച്ചി വാവായോ ഫെബ, ചേച്ചി വാവായോ. ഏറ്റവും നല്ല മിടുക്കനായ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഫേബ ചേച്ചി സ്റ്റേജിലേക്ക് കടന്നു വരും. നല്ലൊരു കൈയടി കൊടുക്കാം, നല്ലൊരു കൈയടി. ഓക്കെ. ഹലോ 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 നോറ, ഹലോ നോറ, സോദരി നോറ. ഓക്കെ, സോ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? സൂപ്പർ ആയിരുന്നല്ലേ? പിന്നെ അടിപൊളിയായിരുന്നോ? എല്ലാരും വാക്യമൊക്കെ പഠിച്ചോ? കഥകളൊക്കെ കേട്ടോ? യേശുപ്പച്ചനെ കുറിച്ച് കേട്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? ആ യേശുപ്പച്ചനെ എല്ലാവർക്കും ഇഷ്ടമായോ? ഉറപ്പാണോ? യേശുപ്പച്ചൻ നല്ലൊരു കൂട്ടുകാരനായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ? അതിൽ സന്തോഷമുണ്ടോ? നിങ്ങളെല്ലാവരും ഹാപ്പിയാണോ? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? എങ്ങനെയായിരുന്നു പറഞ്ഞത് ആർ യു ഹാപ്പി എന്ന് കാണിക്കേ? യെസ് യെസ്, ഉല്ലല്ല ഉല്ലല്ല, വി ആർ ഹാപ്പി. വെരി ഗുഡ്, സൂപ്പർ ഗുഡ്. നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമാണോ? അല്ലല്ലേ, ഗെയിം ഇഷ്ടമല്ല, വേണ്ട അല്ലേ? പിന്നെ വേറെ എന്തെങ്കിലും ബാക്കിയൊക്കെ പഠിപ്പിക്കാൻ പോയല്ലേ? ഞാനങ്ങ് മാറിയേക്കാം അല്ലേ? ഗെയിം ഇഷ്ടമല്ലെന്ന്, ഗെയിം വേണ്ടെന്ന് പോയേക്കട്ടെ. ഗെയിം വേണ്ടല്ലോ. ഓ വേണ്ടെന്ന് വേണ്ടെന്നല്ലേ ഒരു പറയുന്നത്? വേണ്ടെന്നല്ലേ ഒരു പറയുന്നത്? പോയേക്കാം അല്ലേ? വേണ്ടല്ലോ. ഓ എന്നാ ഞാൻ മാറിയ. വേണോ? ഉറപ്പാണോ? 100%? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ കേൾക്കണം. എനിക്ക് കുറച്ച് സ്ഥലമൊക്കെ തരണം നിങ്ങൾ. വീടിൻ്റെ സ്ഥലമല്ല, പിന്നെന്തോന്നറിയാവോ? ഈ പറയുന്നതിന് മുമ്പേ ഇവിടെ സ്ഥലം ഒരുങ്ങി കഴിഞ്ഞു. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. സൂപ്പർ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എനിക്കിവിടെ ഇങ്ങനെ നടക്കാനായിട്ട് കുറച്ച് സ്ഥലം തരണം. അങ്ങോട്ടൊക്കെ നീങ്ങിക്കോ. അങ്ങോട്ട് വരണോ? ഒരു ടീം. ആര് ജയിക്കും? ഞാൻ എവിടെ നോക്കും? അയ്യോ അയ്യോ അയ്യോ, എവിടെ നോക്കും? എവിടാ? ആരാ? എവിടാ? എവിടാ? ഞാൻ ആകെ കുഴപ്പത്തിലാകുമെന്നാ തോന്നുന്നത്. 2 ടീമുകാരും പറഞ്ഞ 2 ടീമും ജയിക്കുന്ന. നിങ്ങൾ പറയുന്ന ആര് ജയിക്കും? അല്ല എടാ മക്കളെ, നിങ്ങളവിടെ നിൽക്കേ. നമ്മളെ നോക്കുന്ന നമ്മുടെ അങ്കിളുമാരും ആൻറ്റിമാരും അമ്മച്ചിമാരും അപ്പച്ചന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും അവിടെ ഉണ്ട്. ടീച്ചർമാരും അവിടെ ഉണ്ട്. അവരോട് ചോദിക്കാം, വിശ്വാസം ടീം ജയിക്കുമോ അതോ നമ്മുടെ പവർ ഗേൾസ് ജയിക്കുമോ? കണ്ടോ? അപ്പം ഞാനും ഈ ബലൂൺ ഇങ്ങനെ പൊക്കി പിടിച്ചേക്കുക. ഇനി എന്ത് ചെയ്യണമെന്നറിയാവോ? ഈ ബലൂൺ പൊട്ടാതെ താഴെ വീഴാതെ ഈ കൈകളുടെ ബലം ഈ ബലൂണിൽ തന്നെ കൊടുത്തിട്ട് കൈ താക്കാനോ ഇതിലെ ബലൂൺ പൊട്ടിക്കാനോ താഴെ വീഴാനോ പാടില്ല. അവിടുന്ന് ഇവിടം വരെ 2 ടീമും നടക്കാനായിട്ട് പോകുകയാണ്. ഇതിൽ ആരാണോ ഏറ്റവും ആദ്യം ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് അവരായിരിക്കും നമ്മുടെ വിജയികൾ. റെഡി 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 1 2 3 start. Ready 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 ready. എന്റെ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ വിശ്വാസം ടീം ജയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ? പക്ഷേ
Power girls, power girls, power girls. തരാരരരദും 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 ദും തരാരരരദും ത- എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു. പവർ ഗേൾസ്, പവർ ഗേൾസ്. നമ്മൾ ഇനി എന്ത് ചെയ്യും അല്ലയ്യ? നമ്മൾ ഇനി എന്ത് ചെയ്യും? ദേ, എന്താ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളുടെ പവർ കാണണോ? ആ, വിശ്വാസം ടീമിന്റെ പവർ കാണണോ? ഇനി 2 റൗണ്ട് ഉണ്ട്. ആ ഇനി നമ്മൾ കാണും. ഓക്കെ. ആ ഞങ്ങളെ വേണ്ടേ തുടങ്ങാൻ പോവാ. റെഡി അല്ലേ? വിട്ടു കടിക്കരുത് കൂട്ടുകാരെ, നമ്മൾ ഓക്കെ ആണോ? ആ അടിപൊളി. 5 പേര്. ഓക്കെ ആണോ? റെഡി 1 2 3 സ്റ്റാർട്ട്. വിശ്വാസം, വിശ്വാസം. ഓ 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 അയ്യോ അയ്യോ പോയല്ലോ, അയ്യോ 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 പോയല്ലോ. റെഡി റെഡി 1 2 3 സ്റ്റാർട്ട്. ദും തരാരരരദും തരാരരരദും തരാരരരദും. മത്സരത്തിന്റെ റിസൾട്ട് അറിയണ്ടേ? അലക്സ് സാറേ, റിസൾട്ട് ഒന്ന് പറയാവോ? റിസൾട്ട് പറയാൻ എന്തിരിക്കുന്നു? ആ വിശ്വാസം ടീം ജയിച്ചിരിക്കുന്നു. എന്നാലും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേക്കാം നമുക്കല്ലേ? ആ ഈ ക്ലാപ്പിൽ പല കാര്യങ്ങളുണ്ട്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ജയിക്കുമെന്നുള്ളതാ. ഞാൻ ഇഞ്ഞുണ്ട്. ആ ആ അപ്പൊ പോട്ടെ, ടാറ്റാ. ആ അപ്പൊ പോട്ടെ, ടാറ്റാ. പിന്നെ വരട്ടെ, പിന്നെ കാണാം. വേണ്ടേ? പാട്ട് പഠിക്കണ്ടേ? അയ്യോ വേണം, പാട്ടില്ല. എപ്പോഴും ഗെയിമായി ക്ഷീണിച്ചു പോത്തില്ലേ? ആൻറ്റി ക്ഷീണിച്ചു, ഞാൻ വേർത്ത് വിളിച്ചു. ഒരു പാട്ട് കഴിഞ്ഞിട്ട് ആൻറ്റി നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. കൂട്ടുകാരെ, കൂട്ടുകാരെ, നമ്മുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു ചങ്ങാതിയുണ്ട്. എന്നാന്നറിയാവോ? നമ്മുടെ കൂട്ടുകാർ എപ്പോൾ വിളിച്ചാലും നമ്മുടെ കൂട്ടുകാരെ അവൈലബിൾ അല്ല. എന്നാൽ നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ കൂടെ വരുന്ന, എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ കൂടെ നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ചങ്ങായിയുണ്ട്. ആ ചങ്ങായിയുടെ പേരാണ് യേശു. ഒന്ന് പറഞ്ഞേ, ആ ചങ്ങായിയുടെ പേരെന്ന് പറഞ്ഞേ. യേശു എന്ന് പറയുന്ന ആ ചങ്ങായി നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മുടെ പ്രയാസഘട്ടങ്ങളിലും നമ്മുടെ സന്തോഷങ്ങളിലും എപ്പോഴും. കുഞ്ഞുങ്ങളവിടെ ഇരുന്നേ. സൂപ്പർ ഗേൾസിലെ എല്ലാ കുഞ്ഞുങ്ങളോടെ ഇരുന്നേ. ആ പവർ ഗേൾസിലെ എല്ലാ കുഞ്ഞുങ്ങളോടെ ഇരുന്നേ. ഓക്കെ കൂട്ടുകാരെ, മനോഹരമായ ആ അർത്ഥം വരുന്ന മനോഹരമായ ഒരു ഗാനത്തിലേക്ക് വരികയാണ്. നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ഒരു സ്നേഹിതൻ, നിങ്ങളുടെ ആവശ്യങ്ങളോട് കൂടെ ഇരിക്കുന്ന ഒരു സ്നേഹിതൻ, നിങ്ങളുടെ കണ്ണുനീർ തൂകുമ്പോൾ നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു സ്നേഹിതൻ, നിങ്ങളെ മാറോട് ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹിതൻ. അപ്പൻ സ്നേഹിക്കുന്നതിനേക്കാൾ, അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ നിങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ. ആ സ്നേഹിതൻ്റെ പേരാ യേശു. മനോഹരമായ ഈ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. ഈ ഗാനത്തിന് ചുവടുകൾ വയ്ക്കുവാനായിട്ട് നമ്മുടെ ടീച്ചർമാർ പെട്ടെന്ന് മുന്നോട്ട് വരണം. ഓക്കെ, അവരൊന്ന് കൈയടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാട്ടെ. ഒറ്റ ചങ്ങായി, നല്ല ചങ്ങായി, കൂടെയുള്ള കൂട്ടുകാരിൽ സത്യ ചങ്ങായി, വലിയ ചങ്ങായി, എന്ത് ചങ്ങായി, എന്ത് പറ്റലും ഓടി വരും ഉറ്റ ചങ്ങായി. ഒറ്റ ചങ്ങായി, നല്ല ചങ്ങായി, കൂടെയുള്ള കൂട്ടുകാരിൽ സത്യ ചങ്ങായി, വലിയ ചങ്ങായി, എന്ത് ചങ്ങായി, എന്ത് പറ്റലും ഓടി വരും ഉറ്റ ചങ്ങായി. ചങ്ങായി, കൂട്ടായി, ഇഷ്ടായി, എന്ത് സ്വന്തായി. ചങ്ങായി, കൂട്ടായി, ഇഷ്ടായി, എന്ത് സ്വന്തായി. ലക്കിടി ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ 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 ലാ.
ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ 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 ലാ. അടിപൊളി. വെളുവെളാന്ന് വെളുത്താലും കറുകറാന്ന് കറുത്താലും എങ്ങനൊക്കെ ഇരുന്നാലും സിനിക്ക് ചങ്ങായി. ചരപറാന്ന് കാശുണ്ടേനും ഇനി ഇപ്പം കാശില്ലേനും എന്തൊക്കെ പറഞ്ഞാലും സിനിക്ക് ചങ്ങായി. ചങ്ങായി ആരാന്നേ, ചങ്ങായി ആരാന്നേ, ചങ്ങായി യേശുവാണേ, ചങ്കിലേ ചോര തന്നെ. ചങ്ങായി ആരാന്നേ, ചങ്ങായി ആരാന്നേ, ചങ്ങായി യേശുവാണേ, ചങ്കിലേ ചോര തന്നെ. ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ 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 ലാ. ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ 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 ലാ. ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ 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 ലാ. ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ 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 ലാ. ഹേ, അടിപൊളി അടിപൊളി. നല്ലൊരു കൈയടി വേണം കൂട്ടുകാരെ. അവരെങ്ങനെ അവസാനം കാണിച്ചേ? റെഡി, 1 2 3 ചാടി എഴുന്നേറ്റോ. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ കേട്ടതുപോലെ ചങ്കിലെ ചോര തന്ന് സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ. ഹല്ലേലൂയ. ചങ്കിലെ ചോര തന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിതൻ, ഒരേ ഒരു സ്നേഹിതൻ. ആ സ്നേഹിതന്റെ പേരൊന്ന് ഉറക്കെ പറഞ്ഞേ, യേശു. ആ യേശു നിങ്ങളുടെ കറുപ്പോ വെളുപ്പോ പണമോ സൗന്ദര്യമോ ഒന്നും നോക്കാതെ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ചങ്കിലെ ചോര നമ്മുടെ ചേർത്ത് നിർത്തുന്ന അപ്പനേക്കാൾ അമ്മയേക്കാൾ അധികമായി നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹിതന്റെ പേരാ യേശു. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ഓക്കെ, ആർ യു റെഡി? ആർ യു റെഡി? ഒറ്റ ചങ്ങായി നല്ല ചങ്ങായി, കൂടെയുള്ള കൂട്ടുകാരിൽ സത്യ ചങ്ങായി. വലിയ ചങ്ങായി എന്റെ ചങ്ങായി, എന്ത് പറ്റലും ഓടി വരും ഉറ്റ ചങ്ങായി. ഒറ്റ ചങ്ങായി നല്ല ചങ്ങായി, കൂടെയുള്ള കൂട്ടുകാരിൽ സത്യ ചങ്ങായി. വലിയ ചങ്ങായി എന്റെ ചങ്ങായി, എന്ത് പറ്റലും ഓടി വരും ഉറ്റ ചങ്ങായി. ചങ്ങായി കൂട്ടായി ഇഷ്ടായി എന്റെ സ്വന്തായി. ചങ്ങായി കൂട്ടായി ഇഷ്ടായി എന്റെ സ്വന്തായി. ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ 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 ലാ. ഹേ ഹേ ഹേ, ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ ലാ ലാ, ലക്കടി ലക്കടി ലാ 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 ലാ. വെളുവെളാന്ന് വെളുത്താലും കറുകറാന്ന് കറുത്താലും എങ്ങനൊക്കെ ഇരുന്നാലും സിനിക്ക് ചങ്ങായി. ചരപറാന്ന് കാശുണ്ടേനും ഇനി ഇപ്പം കാശില്ലേനും എന്തൊക്കെ പറഞ്ഞാലും സിനിക്ക് ചങ്ങായി. ചങ്ങായി ആരാന്നേ, ചങ്ങായി ആരാന്നേ, ചങ്ങായി യേശുവാണേ, ചങ്കിലേ ചോര തന്നെ. ചങ്ങായി ആരാന്നേ, ചങ്ങായി ആരാന്നേ, ചങ്ങായി യേശുവാണേ, ചങ്കിലേ
ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ 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 ലാ. ലക്കിടി ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ 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 ലാ. ലക്കിടി ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ 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 ലാ. ലക്കിടി ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ ലാ ലാ, ലക്കിടി ലക്കിടി ലാ 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 ലാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു. നമുക്ക് ഇരിക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അടുത്ത പകിട്ടുണ്ട്, പത്രാസുണ്ട്, കോട്ടുണ്ട്, സ്യൂട്ടുണ്ട്, ബൈക്കുമുണ്ട്. അടിപൊളി കൂട്ടുകാർ ഏറെയുണ്ട്. ചാറ്റിങ്ങും ഔട്ടിങ്ങും ബൈക്കുമുണ്ട്. എവിടേക്കാ യാത്രയെന്ന് ഓർക്കുന്നില്ല, നാളെ എന്താകുമെന്ന് അറിയുന്നില്ല. പക്ഷേ നാളെ എന്താകുമെന്ന് മറ്റാർക്കും അറിയുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തില്ല? ഇല്ലില്ല, തളരില്ല, പതറുകില്ല. യേസപ്പ നമ്മുടെ കോമ്പസ് ആണ്. അപ്പോ യേസപ്പയെ കുറിച്ച് നമ്മൾ കേട്ടോണ്ടിരുന്നില്ലേ? കുറച്ചുകൂടെ നമുക്ക് യേസപ്പയെ കുറിച്ച് ആഴമായിട്ടൊന്ന് അറിയണ്ടേ? യേസപ്പ ആരാണെന്ന് അറിയണ്ടേ? അറിയണോ? ഒരാളെ ഞാൻ ഇവിടേക്ക് ക്ഷണിക്കുക. നമ്മുടെ ഇന്നലെയൊക്കെ നമ്മൾ പോലീസ് അധികാരികളൊക്കെ വന്നപ്പോൾ നമ്മൾ ആ എനർജിയിൽ നമ്മൾ അവരെ സ്വാഗതം ചെയ്തത് എങ്ങനെയായിരുന്നു? എങ്ങനെയാ ഫേബ ടീച്ചറെ? എങ്ങനെ? വെൽക്കം. ഒന്ന് പറഞ്ഞേ, എങ്ങനെയായിരുന്നു? വെൽക്കം. ഇങ്ങനെ വേണം. ഞാൻ പുതിയ അതിഥി ഇങ്ങോട്ട് വന്നിട്ടില്ല, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ വേണം വെൽക്കം ചെയ്യാൻ. എങ്ങനെയാണ്? ഒന്നുകൂടെ. ഓക്കെ, ഞങ്ങളുടെ കൈയടിച്ചോണ്ട് വെൽക്കം. അപ്പോൾ ഞങ്ങൾ ഈ ഒന്ന് നിർത്തിക്കേ. അപ്പോൾ ഇവിടേക്കൊരു വിശിഷ്ട അതിഥി കടന്നു വരികയാണ്. ഈ ഹോപ്പ് ഗിവേഴ്സ് മിഷനെ ആഴമായി സ്നേഹിക്കുകയും ഞങ്ങളെയൊക്കെ സ്നേഹിക്കുകയും നിങ്ങളെല്ലാവരെയും സ്നേഹിച്ചിട്ട് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അഗാധത്തിൽ അവരിന്ന് ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നു. രണ്ടുപേരുണ്ട് അല്ലേ? രണ്ടുപേരെ നമുക്ക് ക്ഷണിച്ചൂടെ? ഓക്കെ, രണ്ടുപേരും പ്രിയപ്പെട്ടവർ, രണ്ടുപേരും പ്രിയ അനീഷ് സാറും അനീഷ് സാറിൻ്റെ പ്രിയതമയും ഇപ്പോൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഹാർദമായി അവരെ വെൽക്കം ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. വെൽക്കം. വെൽക്കം. ഇതാണ് പ്രിയപ്പെട്ടവർ ഇരുന്നാട്ടെ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നും ഒരുപാട് യാത്ര ചെയ്ത് നമ്മളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത് പ്രിയ അനീഷ് തോമസ് സാറും പ്രിയ പ്രിൻസി മാം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഒരൊത്തിരി ഉത്തരവാദിത്വങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിടത്തു നിന്നും നിങ്ങളുടെ വീഡിയോ ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെയുള്ള നിങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ട് നിങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടിട്ട് ഇന്നലെ തന്നെ വരാൻ എത്രയും പെട്ടെന്ന് അവർക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ യാത്ര ഒരുപാട് ദൂരമുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് ആണ് എത്തിച്ചേർന്നത്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു ക്ലാപ്പ് ചെയ്ത് അവരെ സ്വീകരിക്കുമ്പോൾ ഞാൻ മൈക്ക് പ്രിയ അനീഷ് തോമസ് സാറിന് കൈമാറുകയാണ്. ഓക്കെ, കുഞ്ഞുങ്ങളെ എല്ലാവരും സന്തോഷമായിരിക്കുന്നോ? എല്ലാവർക്കും സന്തോഷമാണോ? അപ്പം നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഓക്കെ, കൊച്ചു കുഞ്ഞുങ്ങൾ, ഞങ്ങളും ഇന്ന് കൊച്ചു പിള്ളേർ തന്നെയാണ്. ഞങ്ങൾ നിങ്ങളെപ്പോലെ കൊച്ചു പിള്ളേരാണ് ഇന്നത്തേക്ക്. ഓക്കെ, ഇത്രയും നേരം നിങ്ങൾ നല്ല കഥകളും നല്ല പാട്ടും നല്ല ഗെയിംസും എല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പം ഞാനും ഇങ്ങനെ ഇരുന്ന് എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഈ ടീച്ചർമാർ പഠിപ്പിക്കുന്ന പോലൊന്നും പഠിപ്പിക്കാനോട്ട് അറിയത്തുമില്ല. ഞാൻ ആകെപ്പാടെ വിഷമിച്ചിരിക്കുമായിരുന്നു, ഞാൻ എന്തോ ഇവിടെ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച്. നിങ്ങളുടെ ടീച്ചർമാരാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട്
ഏതാണ്ട് രാവിലെ അവർ കഴിച്ചത് ഏതാണ്ട് എനർജി ഡ്രിങ്കാ എന്ന് എനിക്ക് തോന്നി. അവർ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന എല്ലാം എനർജി ഡ്രിങ്കാ. എനിക്കാണെങ്കിൽ ഈ കൊച്ചു പിള്ളേരോട് ഇങ്ങനെ എനർജിയിൽ സംസാരിക്കാനൊന്നും അറിയത്തുമില്ല. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ ഈ അലക്സ് സാറും ഇവിടുത്തെ ബിനു സാറും നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി വർക്ക് ചെയ്യുന്ന അനിഷാറും എല്ലാവരും ഒത്തിരി ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഒരാളുണ്ട്. ഞങ്ങളെല്ലാവരും സ്നേഹിക്കുന്ന ഒരാൾ, നമുക്കൊന്നിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കണം. എല്ലാവരും എന്നെ നോക്കിക്കേ. ഹലോ ഹലോ, ഓക്കെ, എല്ലാവരും എന്നെ നോക്കണേ. നോക്കുമല്ലോ. അപ്പം നമുക്കൊന്നിച്ച് യേശുവപ്പച്ചൻ്റെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ ആരെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? യേശുവിനെ പറ്റി. നമ്മൾ മുമ്പേ ബേബിച്ചൻ സാറ് പറഞ്ഞില്ലേ, നമുക്കൊരു ചങ്ക്, എന്താ സാറേ പറഞ്ഞേ? ചെങ്ങാതി അല്ലേ? നമുക്ക് ആരാ ഉള്ളേ? ചെങ്ങായി. ആരാ ഉള്ളേ? ചെങ്ങായി. ആരാ ചങ്ങായിയുടെ പേര്? ആ ചങ്ങായിയുടെ പേരെന്നാ? യേശു. ആ ചങ്ങായിയുടെ പേരെന്നാ? യേശു. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഒരു ചെറിയ കഥ പറയാം. ചെറിയൊരു കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടമാണോ? എത്ര പേർക്ക് കഥ ഇഷ്ടമാണ്? ഓക്കെ, എല്ലാവർക്കും കഥ ഇഷ്ടമാണോ? കഥ ഇഷ്ടമുള്ളവരെല്ലാം കൈ ഉയർത്തിക്കേ. ഇത്ര പേർക്ക് കഥ ഇഷ്ടമുള്ളോ? എല്ലാവർക്കും കഥ ഇഷ്ടമാണോ? കുറച്ച് പേർക്ക് കഥ ഇഷ്ടമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ കഥ എന്നാ ചെയ്യാൻ പോവാ? കഥ തിന്നാൻ പോവാണോ കേൾക്കാൻ പോവാണോ? കഥ എന്നാ ചെയ്യാൻ പോവാ? കഥ കേൾക്കാൻ പോവാ. ഓക്കെ, അപ്പോൾ കഥ കേൾക്കാൻ നേരത്ത് നിങ്ങൾ എന്നാ ചെയ്യണം? ഇരുന്ന് കേൾക്കണം. എന്തോ ചെയ്യണം? ഇരുന്ന് കേൾക്കണം. ഓക്കെ, നമുക്ക് ഒരു ചെറിയ കൂട്ടുകാരനുണ്ടായിരുന്നു. ആരാ ഉണ്ടായിരുന്നേ? ചെറിയൊരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരങ്കിള് എപ്പോഴും വരും. ആരാ വരുന്നേ? ഒരങ്കിള് എപ്പോഴും വരും. അപ്പോൾ എന്തിനാ അങ്കിള് വരുന്നതെന്നറിയാമോ? ആ കൂട്ടുകാരനെ അങ്കിളിന് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങളെ ഇഷ്ടമുള്ള ഒരാൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരുവല്ലേ? വരുമോ? നിങ്ങളെ ഇഷ്ടമുള്ള ആൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വരും അല്ലേ? വരുമ്പോൾ നിങ്ങൾക്ക് എന്നാ കൊണ്ടുവരും? എന്താ കൊണ്ടുവരും? ബിസ്ക്കറ്റ് കൊണ്ടുവരും. ബിസ്ക്കറ്റ് കൊണ്ടുവരും, ചോക്ലേറ്റ് കൊണ്ടുവരും, കേക്ക് കൊണ്ടുവരും. പിന്നെ എന്നാ കൊണ്ടുവരും? ചോക്ലേറ്റ് കൊണ്ടുവരും. വലിയ ചോക്ലേറ്റാ? ഓക്കെ, വലിയ ചോക്ലേറ്റ് കൊണ്ടുവരും. അപ്പം നമ്മളെ ഇഷ്ടമുള്ള അങ്കിൾ വരുമ്പോൾ എന്നാ കൊണ്ടുവരും? നമുക്ക് ഗിഫ്റ്റുകളെല്ലാം കൊണ്ടുവരും. അപ്പോൾ ഫോണോ ബോളോ? നീ വലിയ ആളാപ്പം. പായസം? എൻ്റെ അമ്മോ, ഇവിടെ ആകെപ്പാടെ സ്പെഷ്യൽ ഗിഫ്റ്റുകളാണല്ലോ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഭയങ്കര സ്പെഷ്യൽ ഗിഫ്റ്റാണോ? പായസമൊക്കെ കൊണ്ടുവരുമോ? നിങ്ങൾ എനിക്ക് മുളയരി പായസം തരുമോ? ഓക്കെ, അപ്പോൾ നമ്മുടെ അങ്കിള് ഒരു ദിവസം നമ്മുടെ കൂട്ടുകാരനില്ലേ, ആ കൂട്ടുകാരൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കിക്കേ. ആ കൂട്ടുകാരൻ എന്നാ കൊണ്ടുവന്നു? ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. ആ ഗിഫ്റ്റ് എന്നാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ? ആർക്ക് പറയാം എന്നാ ഗിഫ്റ്റ് കൊണ്ടുവന്നേന്ന്? എന്നതാ? KFCയോ? KSRTC ബസ്സോ? യേശുപ്പയെ കൊണ്ടുവന്നോ? ഓക്കെ, ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നു. ആർക്ക് പറയാം? ഞാൻ പറയാം.
നമ്മുടെ അങ്കിൾ എന്നാ കൊണ്ടുവരും? നമുക്ക് പായസം കൊണ്ടുവരും, ചോക്ലേറ്റ് കൊണ്ടുവരും, പിന്നെ എന്നാ കൊണ്ടുവരും? മിഠായി കൊണ്ടുവരും, ബിസ്ക്കറ്റ്, കേക്ക്, ബോള് എല്ലാം കൊണ്ടുവരും അല്ലേ? പായസവും കൊണ്ടുവരും. ഇപ്പം നമ്മുടെ അങ്കിള് കൊണ്ടുവന്ന് എന്നാന്നറിയാവോ? ഒരു കോഴിക്കുഞ്ഞിനെ. എന്നതാ? അങ്ങനെ ഏതെങ്കിലും അങ്കിളുണ്ടോ കോഴിയെ കൊണ്ട് വരുന്ന അങ്കിള്? ഏതെങ്കിലും അങ്കിള് കോഴിയെ കൊണ്ട് വന്നിട്ടുണ്ടോ? പക്ഷെ നമ്മുടെ അങ്കിൾ എന്നാ കൊണ്ടുവന്നേ? എന്നാ ഗിഫ്റ്റാ കൊണ്ടുവന്നേ? കോഴിക്കുഞ്ഞ്. എന്നതാ? കോഴിക്കുഞ്ഞ്. എല്ലാവർക്കും പറയാമോ? കോഴിക്കുഞ്ഞ്. അങ്ങനത്തെ ഗിഫ്റ്റ് നമ്മൾ ആരും കേട്ടിട്ടില്ലല്ലോ. അപ്പം നമ്മുടെ കൂട്ടുകാരന് ആ ഗിഫ്റ്റ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും കോഴിക്കുഞ്ഞിനെ ഇഷ്ടമാണോ? കോഴിക്കുഞ്ഞിനെ എല്ലാവർക്കും ഇഷ്ടമാണോ? നിങ്ങൾ കോഴിക്കുഞ്ഞിനെ കിട്ടിയ എന്നാ ചെയ്യും? നിങ്ങൾ വളർത്തുവോ? എങ്ങനെ വളർത്തും? വെള്ളത്തിനകത്തിട്ട് വളർത്തുവോ? പിന്നെ കൂട്ടിലിട്ട് വളർത്തും. എന്നാ കൊടുക്കും? അരി കൊടുക്കും, ഗോതമ്പ് കൊടുക്കും, വെള്ളം കൊടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾ നല്ല പിള്ളേരാ. നിങ്ങൾ കോഴിക്കുഞ്ഞിന് എന്നൊക്കെ കൊടുക്കും? അരി കൊടുക്കും, ഗോതമ്പ് കൊടുക്കും, വെള്ളം കൊടുക്കും, ഇതെല്ലാം കൊടുക്കും. അന്നേരം നമ്മുടെ കൂട്ടുകാരനും ഇതെല്ലാം കൊടുത്തു. നമ്മുടെ കൂട്ടുകാരൻ എന്നാ കൊടുത്തു? കോഴിക്കുഞ്ഞിന് അരി കൊടുത്തു, വെള്ളം കൊടുത്തു, ഗോതമ്പ് കൊടുത്തു. അങ്ങനെ കോഴിക്കുഞ്ഞ് മെല്ലെ 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 വലുതാകാൻ തുടങ്ങി. കോഴിക്കുഞ്ഞ് ഇപ്പൊ കോഴിക്കുഞ്ഞല്ല, വലിയ കോഴിയായി. ആരായി? വലിയ കോഴിയായി. എല്ലാ ദിവസവും നമ്മുടെ കൂട്ടുകാരൻ എന്നാ ചെയ്യും? സ്കൂളിൽ നിന്ന് വരുമ്പോൾ ആദ്യം വന്ന് നോക്കുന്ന ഈ കോഴിക്കുഞ്ഞിനെയാ. നമ്മുടെ കൂട്ടുകാരൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്നാ ആദ്യം ചെയ്യുന്നേ? നമ്മുടെ കോഴിക്കുഞ്ഞിനെ നോക്കും. ആ കോഴിക്കുഞ്ഞിന് ഉമ്മ കൊടുക്കും. കോഴിക്കുഞ്ഞിനോട് ഹൗ ആർ യു എന്ന് ചോദിക്കും. കോഴിക്കുഞ്ഞ് വലുതായോ എന്ന് നോക്കും. അങ്ങനെയല്ല നമ്മളും. നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ആടിനെ നമുക്ക് ഇഷ്ടമാണോ? നമ്മൾ സ്കൂളിൽ നിന്ന് വന്ന് വരുമ്പോൾ ആടിനോട് എന്നാ ചെയ്യും? നമ്മൾ ആടിനെ പിടിക്കും, ആടിന് ഉമ്മ വെക്കും, കഞ്ഞിവെള്ളം കൊടുക്കും, എല്ലാം കൊടുക്കും അല്ലേ? പുല്ല് കൊടുക്കും. നമ്മുടെ കൂട്ടുകാരൻ എന്നാ ചെയ്യും? സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ കോഴിക്കുഞ്ഞിന് അരി കൊടുക്കും, ഗോതമ്പ് കൊടുക്കും, വെള്ളം കൊടുക്കും. അങ്ങനെ കോഴിക്കുഞ്ഞിപ്പോൾ എന്നായി? വലിയ കോഴിയായി. വലിയ കോഴിയായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നമ്മുടെ കൂട്ടുകാരന് സ്കൂളിൽ നിന്ന് ഓടി വരുക. ഓടി വരുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്നാ ഉണ്ടെന്നറിയാവോ? ഞാൻ എൻ്റെ ബാഗ് വെച്ചിട്ട് എൻ്റെ കോഴിക്കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകുമെന്ന് ചിന്തിച്ച ഓടി വരുന്നേ. അപ്പോൾ ഓടി വരുമ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് കോഴിക്കുഞ്ഞിനെ വിളിച്ചു, എൻ്റെ പുള്ളിക്കോഴീന്ന്. എന്നെ വിളിച്ചു. അപ്പം നമ്മുടെ കൂട്ടുകാരൻ്റെ കോഴിക്കുഞ്ഞിൻ്റെ പേരെന്നാ? പുള്ളിക്കോഴി. എന്നതാ? പുള്ളിക്കോഴി. അപ്പോൾ ആ കോഴിക്കുഞ്ഞിന് എന്നാ ഉണ്ട്? നല്ല പുള്ളിയുണ്ട്, നല്ല ചിറകുണ്ട്, നല്ല കളറുണ്ട്. അപ്പോൾ ആ കോഴിക്കുഞ്ഞ് നല്ല കോഴിക്കുഞ്ഞാ. ரொம்ப അഴകാന കോഴിക്കുഞ്ഞ്. ரொம்ப അഴകാന കോഴിക്കുഞ്ഞ്. അപ്പോൾ കൂട്ടുകാരൻ എതുക്കാതെ വരുന്നത്? കോഴിയെ കാണാൻ വേണ്ടി ഓടി വരുക. അന്ന് വരുമ്പം കോഴിക്കുഞ്ഞിനെ കാണുന്നില്ല. നമ്മുടെ കൂട്ടുകാരൻ എന്നാ ചെയ്തു? കരയാൻ തുടങ്ങി. അമ്മയോട് ചോദിച്ചു, മമ്മി മമ്മി നമ്മുടെ കോഴിക്കുഞ്ഞ് എന്ത് ചെയ്യാന്ന് ചോദിച്ചു. എന്നാ ചോദിച്ചു? മമ്മി നമ്മുടെ കോഴിക്കുഞ്ഞ് എന്തിയേ? മമ്മി പറഞ്ഞു, ജാക്കൂട്ടാ. മമ്മി എന്നാ വിളിച്ചു? ജാക്കൂട്ടാ, നമ്മുടെ കോഴിക്കുഞ്ഞിനെ കാണുന്നില്ലല്ലോ, നമ്മൾ എവിടെ പോയി തപ്പും? അപ്പോൾ കോഴിക്കുഞ്ഞിനെ കാണാതെ അമ്മയും മോനും ഒത്തിരി വിഷമമായി. കേൾക്കുന്നുണ്ടോ? ജാക്കൂട്ടനും
ജാക്കൂട്ടൻ്റെ മമ്മിയും എന്നാ ചെയ്യാൻ പോയി? കോഴിക്കുഞ്ഞിനെ നോക്കി 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 പോയി. എവിടെല്ലാം പോയി? കാട്ടിൽ പോയി, എല്ലായിടത്തും പോയി. കാട്ടിലും പൊത്തിലും എല്ലായിടത്തും, പള്ളത്തിലും കാടിൻ്റെ അകത്തും എല്ലായിടത്തും പോയിട്ട് എന്നാ ചെയ്തു? നമ്മുടെ കോഴിക്കുഞ്ഞിനെ നോക്കി. അവർ പോകുന്ന വഴിക്ക് ഇങ്ങനെ വിളിച്ചു, പുള്ളിക്കോഴി. പുള്ളിക്കോഴി മിണ്ടുന്നുണ്ടോ? ഇല്ല. എപ്പോഴും ജാക്ക് പുള്ളിക്കോഴി എന്ന് വിളിച്ചാൽ പുള്ളിക്കോഴി എന്നാ ചെയ്യുമായിരുന്നു അറിയാമോ? കക്ക് 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 എന്ന് പറഞ്ഞ് ഓടി വരും. അന്ന് ജാക്ക് എത്ര വിളിച്ചിട്ടും പുള്ളിക്കോഴി വരുന്നില്ല. പുള്ളിക്കോഴി വരുന്നില്ല. കാട്ടിൽ പോയി പുള്ളിക്കോഴിയെ വിളിച്ചു. പുള്ളിക്കോഴി വന്നോ? ഇല്ല. എല്ലായിടത്തും പോയി വിളിച്ചു. പുള്ളിക്കോഴി വന്നോ? ഇല്ല. അപ്പം നമ്മുടെ പുള്ളിക്കോഴി എവിടെ പോയി? ജാക്കിന് പേടിയായി. കുറുക്കം പിടിച്ചു കാണുമോ? ജാക്ക് പേടിക്കാൻ തുടങ്ങി. കുറുക്കം പിടിച്ചാൽ പിന്നെ കോഴിയെ കിട്ടുമോ? കുറുക്കം പിടിച്ചാൽ എന്നാ ചെയ്യും? പുള്ളിക്കോഴിയുടെ കഴുത്തെ കുറുക്കം പിടിച്ച് കടിച്ച് പറിച്ച് അതിനെന്നാ ചെയ്യും? കൊല്ലും. ജാക്കിന് പേടിയായി. ജാക്കിന് ഒത്തിരി പേടിയായി. അന്ന് നോക്കി പുള്ളിക്കോഴിയെ കണ്ടില്ല. പുള്ളിക്കോഴിയെ കണ്ടില്ല. ജാക്ക് പോയി കിടന്നു. ഉറക്കം വരുമോ ജാക്കിന്? ഇല്ല. എപ്പോഴും ജാക്കിന് പുള്ളിക്കോഴിയെ പറ്റി ചിന്തിക്കുക. എല്ലാ ദിവസവും ജാക്ക് കരയും. മമ്മിയോട് ചോദിക്കും, മമ്മി നമ്മുടെ പുള്ളിക്കോഴി എന്തിയെന്ന് ചോദിക്കും. മമ്മി നമ്മുടെ പുള്ളിക്കോഴി എന്തിയെ? മമ്മി പറയും, ജാക്കൂട്ട അത് പോയി കാണും. അവൻ പറയും, എനിക്ക് പുള്ളിക്കോഴിയെ കാണണോ, എനിക്ക് പുള്ളിക്കോഴിയെ കാണണോ. അവൻ കരയും. എല്ലാ ദിവസവും കരയും. അവനിപ്പം ബിസ്ക്കറ്റ് കഴിക്കുവല്ല, അവനിപ്പോൾ ചോക്ലേറ്റ് കഴിക്കത്തില്ല. എന്നാന്നറിയാവോ? വിഷമം. നിങ്ങൾ വിഷമം വരുമ്പോൾ അങ്ങനെയാണോ ചെയ്യുന്നേ? നമുക്ക് വിഷമം വരുമ്പോൾ നമ്മൾ കരയുമല്ലേ? അങ്ങനെ ജാക്കൂട്ടന് ഒത്തിരി ഇഷ്ടമുള്ള കോഴിക്കുഞ്ഞായതുകൊണ്ട് ജാക്കൂട്ടൻ എന്ത് ചെയ്തു? എന്നും കരയും, എന്നും കരയും. എന്നിട്ട് എന്നും സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്നാ ചെയ്യും? എല്ലായിടത്തും പോകും. എന്നിട്ട് കോഴിക്കുഞ്ഞിനെ നോക്കും. കോഴിക്കുഞ്ഞിനെ കാണത്തില്ല. ഒരു ദിവസം ജാക്ക് നോക്കുമ്പോൾ, നിങ്ങൾ എന്നെ നോക്കിയേ, ഒരു ദിവസം ജാക്ക് നോക്കുമ്പോൾ അങ്ങ് മലയുടെ മണ്ടയിൽ ഒരു വലിയ മുളങ്കാടുണ്ട്. എന്നാ ഉള്ളേ? മുളങ്കാടുണ്ട്. ആ മുളങ്കാട് കത്തുക, തീ ഇങ്ങനെ കത്തുക. ഇങ്ങനെ തീ ഒത്തിരി കത്തി 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 വലിയ മല പോലെ കത്തുക. ജാക്കിന് പേടിയായി. ജാക്ക് ചിന്തിച്ചു, എൻ്റെ കോഴിക്കുഞ്ഞ് അതിനകത്തെങ്ങാനും ഉണ്ടെങ്കിൽ എന്നാ ചെയ്യും? അത് കത്തിപ്പോകുമേ, അത് കത്തി 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 കരിഞ്ഞു പോകുമേന്നും ചിന്തിച്ച് ജാക്ക് കരയാൻ തുടങ്ങി. ജാക്ക് എന്നാ ചെയ്യുന്നറിയാമോ? ആ മലയുടെ അങ്ങോട്ട് ഓടി. ഓടുമ്പോൾ എല്ലാം ഇവൻ വിളിക്കും. എന്നെ വിളിക്കുന്നറിയാമോ? പുള്ളിക്കോഴി എന്ന് വിളിക്കും. എങ്ങനെ വിളിക്കും? പുള്ളിക്കോഴി മിണ്ടുന്നില്ല. അങ്ങനെ ആ മല മുഴുവനും കത്തി. ആ മല മുഴുവനും കത്തി. കത്തിയപ്പം ജാക്ക് എന്നാ ചെയ്തു? ഒരു വലിയ വടിയെടുത്തു, ഒരു കുച്ചിയെടുത്ത് കയ്യിൽ. എന്നിട്ട് ആ വടി എടുത്തിട്ട് തൻ്റെ മുമ്പിലുള്ള സ്ഥലങ്ങളെല്ലാം അടിക്കാൻ തുടങ്ങി. അടിച്ച് അവൻ മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ തീയല്ലേ, തീ അദ്ദേഹം പോകുന്ന വഴിക്ക് തീ ഉണ്ടെങ്കിൽ കാലേ മുട്ടത്തില്ലേ? അവൻ വേന എടുക്കുകയല്ലേ, പൊള്ളുകയല്ലേ? അപ്പോൾ അവൻ എന്നാ ചെയ്യാൻ തുടങ്ങി? അടിച്ച് തീയെല്ലാം കെടുത്തി അവൻ മുന്നോട്ട് പോകുമ്പോൾ ഈ വടി വെച്ചിട്ട് അടുത്ത് എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നോക്കും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ തപ്പി നമ്മുടെ ജാക്കൂട്ടം മുന്നോട്ട് പോകുമ്പോൾ എന്തോ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ വടിയിൽ എന്നാ ചെയ്തു? മുട്ടാൻ തുടങ്ങി. എന്തോ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ വടിയിൽ മുട്ടാൻ തുടങ്ങി. അദ്ദേഹത്തിന് ആ സാധനത്തെ കല്ലല്ലെന്ന് മനസ്സിലായി. കല്ലല്ല. അദ്ദേഹം ആ സാധനത്തിന് എന്നാ ചെയ്തു? ആ വടിയും കൊണ്ടൊന്ന് വെച്ചിട്ട് അമക്കി നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, അയ്യോ ഇതെന്തോ എന്തോ എന്തോ മാംസമാണല്ലോ എന്ന്. മനസ്സിലാകുന്നുണ്ടോ? അവൻ പെട്ടെന്ന് ആ വടിയും കൊണ്ട് ചാരം മാറ്റി, ആ വടിയും കൊണ്ട് കത്തിയ കമ്പും കൊള്ളിയും എല്ലാം മാറ്റി പെട്ടെന്ന് അദ്ദേഹം എന്നാ ചെയ്തു? അതിൻ്റെ മേളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. നോക്കുമ്പോൾ ഉണ്ട് അതൊരു വലിയൊരു പുള്ളിക്കോഴിയുടെ അത്രയുള്ള
മാംസപിണ്ഡത്തെ കിട്ടി. എന്നാ കിട്ടി? ഒരു ഇറച്ചി കഷണം. ആ ഇറച്ചി കഷ്ണത്തെ ജാക്ക് എടുത്ത് നോക്കുമ്പോൾ അവന് മനസ്സിലായി, ഇതാരാ? എൻ്റെ പുള്ളിക്കോഴിയാണെന്ന് ജാക്കിന് മനസ്സിലായി. ജാക്ക് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. മമ്മി! ജാക്ക് എന്നാ വിളിച്ചു? മമ്മി, നമ്മുടെ പുള്ളിക്കോഴി പോയി മമ്മി. ജാക്ക് കരയാൻ തുടങ്ങി. ജാക്ക് കരഞ്ഞ് ആ പുള്ളിക്കോഴിയെ ഇങ്ങനെ നെഞ്ചത്ത് വെച്ച് കരഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ജാക്ക് അറിയാതെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ജാക്ക് കുറേ നേരം കഴിഞ്ഞ് ഉറങ്ങി എഴുന്നേറ്റപ്പം ജാക്കിന് മനസ്സിലായി, ഞാൻ ഒത്തിരി രാത്രിയായി, എൻ്റെ പുള്ളിക്കോഴിയും പോയി, എനിക്കിനി ഒന്നും വേണ്ട, എനിക്ക് ഭക്ഷണവും വേണ്ട, എനിക്ക് ചോക്ലേറ്റും വേണ്ട, എനിക്കിനി ഒന്നും വേണ്ട, ഞാനിനി ആരോടും മിണ്ടുവേല എന്നൊക്കെ പറഞ്ഞ് ജാക്ക് എന്നാ ചെയ്തു? വീട്ടിലോട്ട് കരഞ്ഞു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എന്നാ സംഭവിച്ചെന്നറിയാമോ? അറിയാതെ ആ പുള്ളിക്കോഴിയുടെ ഇറച്ചിയില്ലേ, ആ വെന്തിരിക്കുന്ന ഇറച്ചി, ജാക്ക് അറിയാതെ ഒരു കല്ലിൽ അങ്ങ് തട്ടിയപ്പം ആ ഇറച്ചി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് എന്നാ സംഭവിച്ചെന്നറിയാമോ? കുറേ കോഴിക്കുഞ്ഞുങ്ങൾ ചാടപ്പാടാന്നും പറഞ്ഞ് ഓടാൻ തുടങ്ങി. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ പുള്ളിക്കോഴി എന്നായിരുന്നു ചെയ്തത്? പുള്ളിക്കോഴി 10-21 ദിവസമായിട്ട് ആ കോഴിക്കുഞ്ഞിൻ്റെ മുട്ടയെല്ലാം എടുത്തു വെച്ച് ജാക്കിനോട് പറയാതെ എന്നാ ചെയ്യുമായിരുന്നു? അടയിരിക്കുമായിരുന്നു. അങ്ങനെ അടയിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? കാട്ടുതീ വന്നു. അടയിരിക്കുമ്പോൾ കാട്ടുതീ വന്നപ്പോൾ ആ കോഴിക്കുഞ്ഞ് എന്നാ ചെയ്തില്ല? പുള്ളിക്കോഴി ഓടി രക്ഷപ്പെട്ടില്ല. പുള്ളിക്കോഴി എന്നാ ചെയ്തു? തൻ്റെ കൊച്ചുങ്ങളെ ചിറകിനകത്ത് വെച്ചിട്ട് അതിന് ചൂടടിക്കില്ലെന്നും പറഞ്ഞ് ആ ചിറകിനകത്തേക്ക് വെച്ചിട്ട് അതിനെ പൊതിഞ്ഞ് കാത്ത് സംരക്ഷിച്ചു. തീ കെട്ടപ്പം പുള്ളിക്കോഴി ചത്തുപോയി. കുഞ്ഞുങ്ങൾ എന്നാ ചെയ്തില്ല? ചത്തില്ല. കുഞ്ഞുങ്ങൾ മാത്രം ചത്തില്ല. ജാക്ക് ആ പുള്ളിക്കോഴിയെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പുള്ളിക്കോഴി, നീ നിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ജീവനെ നീ നൽകി നിൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി. നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായോ? ഞാൻ ഇനി ഒരു വാക്യം പറയാം. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞേ, യോഹന്നാൻ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. ഞാനിപ്പം തമിഴ്നാട്ടിലായതുകൊണ്ട് എനിക്കും കുറച്ച് കൺഫ്യൂഷൻ വരുവാണേ. നമുക്കറിയാവുന്ന വാക്യവാ. For God so loved the world that he has given his only begotten Son, whoever believing in him shall not be perished but have everlasting life. ഞാൻ ഇതിൻ്റെ മലയാളം വായിക്കാം. യോഹന്നാൻ, എല്ലാവരും പറഞ്ഞേ, യോഹന്നാൻ 3:16. എല്ലാവരും പറഞ്ഞേ, യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. അവനിൽ വിശ്വസിക്കുന്ന, എല്ലാവരും പറഞ്ഞേ, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം
ലോകത്തെ സ്നേഹിച്ചു. എല്ലാവരും വാ കൊണ്ടുവന്നിട്ടുണ്ടോ? വാ കൊണ്ടുവന്ന് എല്ലാവരും എന്നെ നോക്കിയേ. വാ കൊണ്ടുവന്ന് എല്ലാവരും എന്നെ ചിരിച്ചു കാണിച്ചേ. ഓക്കെ, ഈ വാക്ക് എല്ലാവരും പറയാമോ? തൻ്റെ എല്ലാവരും തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. ആരെ നൽകാനാ ഞാൻ പറഞ്ഞേ? ഇനി നിങ്ങൾ എൻ്റെ കൂടെ വരണേ. ഇനി ഞാൻ ചില കാര്യങ്ങൾ പറയാം. നിങ്ങൾ എത്ര പേര് നല്ല പിള്ളേരുണ്ട്? എത്ര പേര് നല്ല പിള്ളേരുണ്ട്? നല്ല പിള്ളേർ കിടക്കുവോ? ഓക്കെ, നല്ല പിള്ളേരെല്ലാവരും കൈ വെക്കിക്കേ. നല്ല പിള്ളേരെല്ലാവരും കൈ വെക്കിയോ? എന്നിട്ട് പറഞ്ഞേ, ഞാൻ നല്ല ആളാന്ന് പറഞ്ഞേ. ഞാൻ നല്ല ആളാ. ഓക്കെ, നിങ്ങളെല്ലാവരും നല്ല പിള്ളേരാ. അപ്പോൾ ഈ നല്ല പിള്ളേർ ചെയ്യുന്ന കുറച്ച് കുരുത്തക്കേട് ഞാൻ പറയട്ടെ. കുറച്ച് കുരുത്തക്കേട് പറയട്ടെ. ഇന്നലെ അമ്മയോട് എത്ര പേര് വഴക്കുണ്ടാക്കി? ആരും വഴക്കുണ്ടാക്കിയില്ലേ? അമ്മയോട് എത്ര പേര് വഴക്കുണ്ടാക്കി? ഇന്നലെ ഹോംവർക്ക് ചെയ്യാത്ത ആരൊക്കെ ഉണ്ട്? സ്കൂളിൽ പോകുമ്പോൾ ഹോംവർക്ക് ചെയ്യാത്ത എത്ര പേരുണ്ട്? ടീച്ചർ അടിക്കുന്ന എത്ര പേരുണ്ട്? ആരുമില്ലല്ലേ? ഓക്കെ, കൂട്ടുകാരോട് വഴക്കുണ്ടാക്കുന്ന എത്ര പേരുണ്ട്? അടുത്തിരിക്കുന്ന കൂട്ടുകാരെ ഞുള്ളിപ്പറിക്കുന്ന എത്ര പേരുണ്ട്? അടിക്കുന്ന കൊച്ചിന്റെ കൈ അടിച്ചു പറിക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ നമ്മൾ നല്ല പിള്ളേരാണോ? പക്ഷെ നമ്മൾ നല്ല പിള്ളേരാ അല്ലേ? VBS വന്ന നമ്മൾ നല്ല പിള്ളേരാകും. VBS വന്ന നല്ല പിള്ളേരാകും. VBS വന്ന നല്ല പിള്ളേരാകും. ആകുമോ? നല്ല പിള്ളേരാകും. അപ്പം VBS വന്നാൽ എന്നാ ചെയ്യും? നല്ല പിള്ളേരാകും. നല്ല പിള്ളേരാകുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാനൊരു നല്ല കൂട്ടുകാരൻ്റെ കാര്യം പറയാം. നിങ്ങൾ ഓൾറെഡി നല്ല കൂട്ടുകാരനെ പറ്റി പഠിച്ചു. ആരാ നല്ല കൂട്ടുകാരനറിയാമോ? യേശു. ആരാ? യേശു. യേശു. ഇനി യേശുവിൻ്റെ കുറേ കഥ ഞാൻ പറയാം. യേശു ആരായിരുന്നറിയാമോ? നിങ്ങളെല്ലാവരും ഇരുന്നേ, ഇരിക്കുന്നേ. കിടക്കാതെ കുട്ടികളെ, എഴുന്നേറ്റിരിക്കേ. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തു ആരാ? നിങ്ങൾ പറഞ്ഞു മനുഷ്യൻ എന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയാം. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ. ആരാ? ദൈവത്തിൻ്റെ പുത്രൻ. യേശു ക്രിസ്തു ആരാ? ദൈവത്തിൻ്റെ പുത്രൻ. യേശു ക്രിസ്തു ആരാ? ദൈവത്തിൻ്റെ പുത്രൻ. അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വന്നു. എന്തിനാ വന്നതെന്നറിയാമോ? നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ കൊണ്ടുപോകാനാണോ? ഓക്കെ, നമ്മളെ എവിടെ കൊണ്ടുപോകാനാ? സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ യേശു ക്രിസ്തു ഈ ഭൂമി വന്നപ്പോൾ യേശു ക്രിസ്തു എല്ലാവർക്കും ഉപകാരം ചെയ്തു. എന്നാ ചെയ്തു? ഉപകാരം ചെയ്തു. എല്ലാവരെയും സ്നേഹിച്ചു. സ്നേഹമില്ലാത്തവരെയൊക്കെ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അന്നത്തെ കാലത്ത് ഒത്തിരി കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത്
ഒത്തിരി കൊച്ചു പിള്ളേരുണ്ടായിരുന്നു. ആ കൊച്ചു പിള്ളേരുടെ അപ്പന്മാരൊക്കെ എന്നാ ചെയ്യുന്നറിയാമോ? ചിലപ്പോൾ കള്ളു കുടിക്കും, ചിലപ്പോൾ അതാ ഭ്രാന്ത് പിടിക്കും, ആ പിള്ളേരെ അടിക്കും. അങ്ങനെയുള്ളവരെയൊക്കെ യേശുക്രിസ്തു എന്നാ ചെയ്തു? സ്നേഹിച്ചു. അവരെയൊക്കെ യേശുക്രിസ്തു എന്നാ ചെയ്തു? സ്നേഹിച്ചു. നല്ല പിള്ളേരായി. അപ്പോൾ യേശുക്രിസ്തുവിന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആരെ പോലത്തെ ഫ്രണ്ട്സ്? യേശുവിനെ പോലത്തെ ഫ്രണ്ട്സ്. യേശുവിനെ പോലത്തെ ഫ്രണ്ട്സ് ആർക്കുണ്ടായിരുന്നു? യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്നു. അങ്ങനെ യേശുക്രിസ്തു എന്നും ഈ കൂട്ടുകാരുടെ കൂടെ നടക്കും, ഈ കൂട്ടുകാരോട് കഥ പറയും, ഈ കൂട്ടുകാരോട് സംസാരിക്കും, കൂട്ടുകാരോട് കഥ പറയും, ആ കൂട്ടുകാരോട് ചേർന്നിരുന്ന് പാട്ട് പാടും. എല്ലാം യേശുക്രിസ്തു ചെയ്യും. ഒരു ദിവസം യേശുക്രിസ്തു തൻ്റെ നിങ്ങൾ എൻ്റെ ഓക്കെ എന്നെ നോക്കുവോ? ഒരു ദിവസം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആ യേശുക്രിസ്തുവിൻ്റെ കൂട്ടുകാരടുത്ത് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. യേശുക്രിസ്തു എന്നാ പറഞ്ഞറിയാമോ? അവരെല്ലാവരും എൻ്റെ അടുത്തോട്ട് വരട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് അവരോട് യേശുക്രിസ്തു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല സ്വഭാവമായിരുന്നു ആർക്ക്? യേശുക്രിസ്തുവിന് നല്ല സ്വഭാവമായിരുന്നു. അങ്ങനെ നല്ല സ്വഭാവമുള്ള യേശുക്രിസ്തു തൻ്റെ കൂട്ടുകാരെ ഒക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ യേശുക്രിസ്തു തൻ്റെ സ്നേഹിതരെ ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് അവരോട് എന്നും കഥ പറയും, അവരെ കഥ പഠിപ്പിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യും. നിങ്ങൾ ഓക്കെ എല്ലാവരും എഴുന്നേറ്റിരുന്നേ. ഓക്കെ എല്ലാവരും എന്നെ നോക്കണേ. ഓക്കെ എന്നെ നോക്കുവോ? ഓക്കെ ഐ തിങ്ക് എല്ലാവരും ഇരുന്നോ. ഓക്കെ അപ്പം ഞാൻ എന്നായിരുന്നു പറഞ്ഞേ? യേശുക്രിസ്തു സ്നേഹിതന്മാരെ ഒത്തിരി സ്നേഹിച്ചു. യേശുക്രിസ്തു സ്നേഹിതന്മാരെ ഒത്തിരി സ്നേഹിച്ചു. ഒരു ദിവസം യേശുക്രിസ്തുവിനെ വലിയവർക്കാർക്കും ഇഷ്ടമില്ലായിരുന്നു. യേശുക്രിസ്തുവിനെ രാജാക്കന്മാർക്കും വലിയ ആൾക്കാർക്കും ആർക്കും യേശുക്രിസ്തുവിനെ എന്തില്ലായിരുന്നു? ഇഷ്ടമില്ലായിരുന്നു. യേശുക്രിസ്തു എന്തെങ്കിലും തെറ്റ് ചെയ്തായിരുന്നോ? ഒരു തെറ്റും ചെയ്തില്ല. അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത യേശുക്രിസ്തുവിനെ എല്ലാവരും വെറുക്കാൻ തുടങ്ങി. അവരെപ്പോഴും യേശുക്രിസ്തു എന്നാ തെറ്റ് ചെയ്യുന്നേന്ന് നോക്കിയിരുന്നു. അങ്ങനെ അവർ യേശുക്രിസ്തുവിനെ എന്നാ ചെയ്തു? ഒറ്റിക്കൊടുത്തു. ആർക്കൊറ്റിക്കൊടുത്തു? ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്തു. അങ്ങനെ ശത്രുക്കൾക്ക് യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തപ്പം യേശുക്രിസ്തു ആരായിരുന്നു? ഞാൻ പറഞ്ഞേ ദൈവകുമാരൻ ആയിരുന്നു. യേശു ദൈവകുമാരൻ
ആയിരുന്നു. അങ്ങനെ ദൈവകുമാരനായ യേശു ക്രിസ്തുവിനെ ശത്രുക്കളുടെ കയ്യിൽ കിട്ടിയപ്പം ശത്രുക്കളെല്ലാം കൂടെ എന്നാ ചെയ്തു? യേശു ക്രിസ്തുവിനെ അടിക്കാൻ തുടങ്ങി. ശത്രുക്കളെല്ലാവരും കൂടെ യേശു ക്രിസ്തുവിനെ അടിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തുവിനെ അടിക്കുമ്പം യേശു ക്രിസ്തുവിനെ എന്നാ കൊണ്ട് അടിച്ചതെന്നറിയാമോ? വലിയ ചാട്ടവാറെടുത്ത് അടിക്കാൻ തുടങ്ങി. യേശു ക്രിസ്തുവിനെ വലിയ ചാട്ടവാറെടുത്ത് അടിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ ചാട്ടവാർ എന്ന് പറഞ്ഞാൽ എന്നാന്ന്? ചാട്ടവാർ എന്ന് പറഞ്ഞാൽ വലിയ ബെൽറ്റില്ലേ, ബെൽറ്റ് പോലത്തെ ഒരു സാധനമാണ്. എന്നതാ? ബെൽറ്റ് പോലത്തെ ഒരു സാധനം. അതിനകത്ത് എന്നാ ഉണ്ടെന്നറിയാമോ? വലിയ മുള്ളുണ്ട്, വലിയ ചില്ലുകളുണ്ട്, വലിയ ഈയത്തിൻ്റെ പീസുണ്ട്, മുള്ളുണ്ട്. ഇതെല്ലാമുള്ള ബെൽറ്റ് വെച്ച് യേശുപ്പിച്ച എന്നാ തുടങ്ങി? അടിക്കാൻ തുടങ്ങി. അടിച്ച് അവര് യേശുവിനെ അവശനാക്കി. അപ്പോൾ അടിക്കാൻ നേരത്ത് യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് എന്നാ വരാൻ തുടങ്ങി? ചോര വരാൻ തുടങ്ങി. ചോര വരിക മാത്രമല്ല, യേശുവിൻ്റെ മാംസമൊക്കെ ഇല്ലേ, യേശുവിൻ്റെ ഈ മാംസം ഉണ്ടല്ലോ, ഈ മാംസമൊക്കെ ആ ചാട്ടയിൽ ഇങ്ങനെ പറ്റി പിടിച്ച് ആ ചാട്ട പിന്നെ അവരിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ യേശുവിൻ്റെ ഫ്ലഷും യേശുവിൻ്റെ മാംസവും യേശുവിൻ്റെ മസിലും യേശുവിൻ്റെ ഞരമ്പും എല്ലാം പൊട്ടും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം പൊട്ടി ചോര ഒത്തിരി വരും. ചോര വരുമ്പം ആ ചോരയോടുകൂടെ യേശുവിൻ്റെ ശരീരം ഉണ്ടാകും. ശരീരത്തിൻ്റെ കഷണം ഇങ്ങനെ പറഞ്ഞു വരും. ഇങ്ങനെ പറഞ്ഞു വരും. അവരെന്നാ ചെയ്യുമെന്നറിയാമോ? ആ ചാട്ട പിന്നെ ബക്കറ്റിലെ വെള്ളത്തിനകത്ത് മുക്കി പിന്നെയും ക്ലീൻ ചെയ്യും. എന്നിട്ട് പിന്നെയും അടിക്കും. എന്നിട്ട് പിന്നെയും ക്ലീൻ ചെയ്യും. പിന്നെയും അടിക്കും. യേശുവെപ്പച്ച ഒത്തിരി വേദനയെടുത്ത് ഒത്തിരി വേദനയെടുത്ത് ഇങ്ങനെ കരയാൻ തുടങ്ങും. കരയുമ്പോൾ യേശു ക്രിസ്തു ആ കരയുമ്പോൾ എല്ലാം ചിന്തിക്കുന്ന ആരെ പറ്റിയാണെന്നറിയാമോ? നമ്മളെ പറ്റി ചിന്തിക്കും. നമ്മൾ എന്നാ ചെയ്യുന്നു? നമ്മൾ നല്ല ആൾക്കാരാകണമെന്ന് ചിന്തിച്ച് യേശുപ്പച്ച ഈ വേദനയൊക്കെ അനുഭവിക്കാൻ തുടങ്ങി. നമ്മൾ നല്ല ആൾക്കാരാകണമെന്ന് ചിന്തിച്ച് യേശു ആ വേദന മുഴുവനും അനുഭവിച്ചു. അവരടിക്കാൻ നേരത്ത് യേശു പറഞ്ഞില്ല എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞില്ല. അവരടിക്കാൻ നേരത്ത് യേശുപ്പച്ച എന്നാ ചെയ്തു? നിങ്ങൾ അടിച്ചോളാൻ പറഞ്ഞു. നിങ്ങൾ അടിച്ചു. എന്തിനാ ഞാൻ അടി കൊള്ളുന്നേ? ഒത്തിരി പേര് നല്ലവരാകണം. അങ്ങനെ യേശുപ്പച്ചായ അവർ അടിച്ച് പറിച്ച് അവർ യേശുവിൻ്റെ ശരീരം മുഴുവനും അടിച്ച് പറിച്ചെടുത്തു. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ വയലിലൊക്കെ കിളയ്ക്കത്തില്ലേ? നിങ്ങൾ ജോലിയൊക്കെ ചെയ്യാൻ നേരത്ത് കിളയ്ക്കത്തില്ലേ? അതുപോലെ മൺവെട്ടി എടുത്ത് കിളയ്ക്കുന്നത് പോലെ യേശുവിൻ്റെ ശരീരം ആയിപ്പോയി. അങ്ങനെ അടിച്ച് പറിച്ചു. പിന്നെ യേശുവിന് നിൽക്കാൻ പറ്റുമോ? യേശു ക്ഷീണിച്ചു. നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റാത്ത പോലെയായി. അങ്ങനെ നടക്കാൻ പറ്റാത്ത യേശുവിൻ്റെ കയ്യിലോട്ട് അവർ വലിയൊരു കുരിശെടുത്തു കൊടുത്തു. എന്നാ കൊടുത്തേ? കുരിശെടുത്തു കൊടുത്തു. എന്നിട്ട് പിന്നെയും പറഞ്ഞു, അടിച്ചിട്ട് പറഞ്ഞു നീ നടക്കാൻ പറഞ്ഞു. അങ്ങനെ യേശു ആ കുരിശെടുത്ത് മെല്ലെ നടക്കാൻ തുടങ്ങി. നടക്കുമ്പോൾ യേശുവിന് നടക്കാൻ പറ്റുമോ? നടക്കാൻ പറ്റത്തില്ല. വീഴുമ്പോൾ അവർ പിന്നെ എന്നാ ചെയ്യും? പിന്നെ അടിക്കും. പിന്നെ യേശു പിച്ചാ വീഴും. പിന്നെ അവരെന്നാ ചെയ്യും? നടക്കാൻ പറഞ്ഞ് പിന്നെ അടിക്കും. അങ്ങനെ അടിച്ച് അവരെവിടം വരെ കൊണ്ടുപോയെന്നറിയാമോ? ഒരു വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയി? വലിയൊരു മലയുടെ മുകളിൽ കൊണ്ടുപോയി. അപ്പം മല കയറാൻ യേശുവിന് പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ മുറിവുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുമോ? യേശുവിൻ്റെ ശരീരത്തിൽ മുഴുവനും മുറിവായില്ലേ? അടിച്ച് പറിച്ചില്ലേ? നശിപ്പിച്ചില്ലേ? യേശുവിൻ്റെ ശരീരത്തിൽ കൂടെ രക്തം വന്നില്ലേ? യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് മാംസം വന്നില്ലേ? പിന്നെ യേശുവിന് നടക്കാൻ പറ്റുമോ?
നടക്കാൻ പറ്റത്തില്ല. നടക്കാൻ പറ്റാത്ത യേശുവിനെ പിന്നെ അവരെന്നെ ചെയ്യുന്നേ? സഹായിക്കുന്നുണ്ടോ? ഇല്ല. നീ എടുക്കണ്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ അടിക്കാൻ തുടങ്ങുക. അങ്ങനെ അടിച്ച് അവർ പിന്നെ യേശുവിനെ അടിച്ച് ഒടുവിൽ യേശു ഇപ്പോൾ എവിടെ എത്തി? ഒരു വലിയ മലയുടെ മുകളിലെത്തി. അങ്ങനെ ആ മലയുടെ മുകളിലെത്തിയപ്പോൾ ആ മലയുടെ പേരെന്താണെന്നറിയാമോ? ഗോൽഗോഥ. എന്നതാ? ഗോൽഗോഥ. മലയുടെ പേരെന്നാ? ഗോൽഗോഥ. കൊച്ചെ പറഞ്ഞേ, ഗോൽഗോഥ. ആ വലിയ മലയുടെ മുകളിലെത്തിയപ്പോൾ അവരെന്നാ ചെയ്തെന്നറിയാമോ? യേശുവിനെ പിടിച്ച് കയ്യേലും കാലേലും എല്ലാം കൂടെ പിടിച്ചിട്ട് വലിയ കുരിശിൻ്റെ മുകളിലോട്ട് അങ്ങ് കിടത്തി. വലിയ കുരിശിൻ്റെ മുകളിലോട്ട് കിടത്തിയിട്ട് യേശുവിൻ്റെ കൈ ഇങ്ങനെ വെച്ചു, യേശുവിൻ്റെ മറ്റേ കൈയും ഇങ്ങനെ വെച്ചു, എന്നിട്ട് കാലും കുരിശിൻ്റെ മണ്ടയിലോട്ട് വെച്ചു. എന്നിട്ട് കൈയുടെ ഇവിടെ വലിയ ആണിയെടുത്തു. വലിയ ആണി വെച്ച് അടിക്കാൻ തുടങ്ങി. വലിയ ആണിയാണ്, ചെറിയ ആണിയല്ല. നിങ്ങൾ ചെറിയ ആണിയല്ലേ കണ്ടിട്ടുള്ളൂ. യേശുവിന് വെച്ച ആണി എത്രയാണെന്നറിയാമോ? 5-6 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള വലിയ ആണിയെടുത്തു. എന്നിട്ട് വലിയ ആണി എടുത്തിട്ട് യേശുവിൻ്റെ ശരീരത്തിൽ ഈ ഭാഗത്ത് നോക്കി അടിച്ച് ആ മരക്കുരിശോട് ചേർത്ത് വെച്ചു. പിന്നെ യേശുവിന് അനങ്ങാൻ പറ്റുമോ? യേശു അടിക്കാൻ നേരത്ത് കരഞ്ഞു, യേശു അടിക്കാൻ നേരത്ത് വേദനപ്പെട്ടു. അടിച്ച് ഓരോ അടി അടിക്കുമ്പോഴും യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് എന്നാ വരും? രക്തം വരും. യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വരും. യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം വരും. യേശുവിൻ്റെ മാംസമൊക്കെ പൊട്ടും, യേശുവിൻ്റെ ഞരമ്പൊക്കെ പൊട്ടും, വേദനയെടുക്കും. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളുടെ ശരീരത്തിൽ കൂടെ ഒരു ആണി ആരെങ്കിലും ഇങ്ങനെ കയറ്റുവാണെങ്കിൽ എന്തു വേദനയായിരിക്കും അല്ലേ? നിങ്ങളുടെ ശരീരത്തിൽ കൂടെ ഒരു ചെറിയ സൂചി കയറ്റുവാണെങ്കിൽ എത്ര വേദനയായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നുണ്ടോ? ശരീരത്തിൽ സൂചി മുട്ടിയിട്ടുണ്ടോ? അങ്ങനെ സൂചി മുട്ടുമ്പോൾ നമുക്ക് വേദനയാണെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൽ കൂടെ വലിയ ആണി ഇങ്ങനെ അടിച്ച് കയറ്റുമ്പോൾ യേശുവിന് എത്ര വേദനയായിരുന്നല്ലേ? യേശുവിന് ഒത്തിരി വേദനയായിരുന്നു. യേശുവിന് ഒത്തിരി വേദനയായിട്ട് യേശു നിലവിളിക്കാൻ തുടങ്ങി. യേശു നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ എന്നെ അടിക്കല്ലേ എന്ന് പറഞ്ഞില്ല. യേശു നിലവിളിക്കുമ്പോൾ എന്നെ അടിക്കല്ലേ പ്ലീസ് എന്ന് പറഞ്ഞില്ല. എന്നെ യേശു പറഞ്ഞെന്നറിയാമോ? എൻ്റെ ദൈവമേ, ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അവർ ചെയ്യുന്നത് എന്നാ പാപമാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അവർ ചെയ്യുന്ന പാപമാണെന്ന് ഇവർക്ക് അറിയത്തില്ലെന്ന് യേശു ക്രിസ്തു പറഞ്ഞു. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ യേശുവിൻ്റെ മനസ്സ് എങ്ങനത്തെ മനസ്സാ? നല്ല മനസ്സാ അല്ലേ? നമ്മളാണെങ്കിലോ, നമ്മളെ ആരെങ്കിലും വേണ്ടാതെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ അവനെ തിരിച്ചടിക്കും അല്ലേ? യേശുവോ തിരിച്ചടിച്ചോ? യേശു തിരിച്ചടിച്ചില്ല. അവർക്ക് വേണ്ടി എന്നാ ചെയ്തു? പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു കൈയല്ല കുഞ്ഞുങ്ങളെ, ഒരു കൈയാണോ? 2 കൈയും ആ കുരിശോട് ചേർത്ത് അടിച്ചു. 2 കൈയും കുരിശോട് ചേർത്ത് അടിച്ചു. 2 കാലുകളും യേശുവിൻ്റെ ക്രൂശോട് ചേർത്ത് അവരടിച്ചു. ഇപ്പം നിങ്ങൾ നോക്കിയേ, യേശുവിൻ്റെ കൈ ഫ്രീ ആണോ? യേശുവിൻ്റെ കൈ ഫ്രീ അല്ല. യേശുവിൻ്റെ കാല് ഫ്രീ ആണോ? കാലും ഫ്രീ അല്ല. യേശു ആ കുരിശിൽ കിടന്ന് പെടയുക. എങ്ങനെയാ പെടയുന്നേ? വേദനയും കൊണ്ട് പെടയുക. യേശു കുരിശിൽ കിടന്ന് വേദനയും കൊണ്ട് പെടഞ്ഞ് മരിക്കുക. യേശു കുരിശിൽ കിടന്ന് എന്നാ ചെയ്യുക? വേദനയും കൊണ്ട് പെടഞ്ഞ് മരിക്കുക. പെടഞ്ഞു മരിക്കാൻ നേരത്ത് യേശു എല്ലാവരെയും നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളൊന്നും ഞാൻ ഓർക്കത്തില്ല. ഞാൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളൊക്കെ ഞാൻ എന്നാ ചെയ്തിരിക്കുന്നു? ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി എൻ്റെ കൂടെ വരണേ. യേശുവിൻ്റെ ശരീരത്തിൽ ഒരു വലിയ കുരിശ് വെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇനി കുരിശ് മാത്രമല്ല, ആണിയുണ്ട്. മാത്രമല്ല വലിയ മുൾക്കിരീടമുണ്ട്. വലിയ മുൾക്കിരീടവും ഉണ്ട്. അപ്പം യേശുവിൻ്റെ ശരീരത്തെ അടിച്ചു, യേശുവിൻ്റെ ശരീരത്തിൽ മുൾക്കിരീടം വെച്ചു, യേശുവിൻ്റെ ശരീരത്തിൽ ക്രൂശിച്ചു. യേശുവിൻ്റെ ശരീരത്തെ ക്രൂശിച്ചു. എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് പറയാം. നിങ്ങൾ ഇനി എൻ്റെ കൂടെ വരണം കേട്ടോ. യേശു എന്തിനാ ഇതൊക്കെ ഏറ്റെടുത്തതെന്ന് പറയട്ടെ. യേശു ഇതെല്ലാം ഏറ്റെടുക്കുമ്പോൾ നമ്മൾ നരകത്തിൽ, നിങ്ങൾക്കറിയാമോ നരകമുണ്ട് കേട്ടോ.
എന്നാ ഉണ്ട്? നരകം ഉണ്ട്. ഇച്ചിച്ചി പിള്ളേർ എവിടെ പോകും? ഇച്ചിച്ചി പിള്ളേർ എവിടെ പോകും? നരകത്തിൽ പോകും. ഇച്ചിച്ചി പിള്ളേർ എവിടെ പോകും? നരകത്തിൽ പോകും. യേശുപ്പച്ചായുടെ മക്കൾ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. യേശുപ്പച്ചായുടെ പിള്ളേർ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. ഇച്ചിച്ചി പിള്ളേർ എവിടെ പോകും? നരകത്തിൽ പോകും. അങ്ങനെ നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യേശുപ്പച്ച എന്നാ ചെയ്തു? നമുക്ക് പകരമായിട്ട് ആ കഷ്ടമുള്ള മരണം ഏറ്റെടുത്തു. നമുക്ക് പകരമായിട്ട് ആ കഷ്ടമുള്ള മരണം യേശു എന്നാ ചെയ്തു? ഏറ്റെടുത്തു. അങ്ങനെ ഒത്തിരി കഷ്ടമുള്ള മരണം യേശുപ്പച്ച ഏറ്റെടുത്തു. ഏറ്റെടുക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശുപ്പച്ച ആ കുരിശിൽ കിടക്കുകയും ആ യേശുപ്പച്ചയുടെ തലയിൽ വലിയ മുൾക്കിരീടമുണ്ട്. കിരീടം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കിരീടം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? രാജാവിനല്ലേ കിരീടമുള്ളേ? യേശുപ്പിന് എന്നുള്ളത് മുൾക്കിരീടമുള്ളേ. അപ്പം മുൾക്കിരീടത്തിൻ്റെ അർത്ഥം എന്തുവാ? യേശുപ്പച്ചൻ്റെ നല്ല ആ ദൈവമാണല്ലോ. യേശുപ്പച്ച ദൈവമാണല്ലോ. ആ ദൈവം എന്നുള്ള ആ ദൈവം രാജാവല്ലേ യേശു. ആ രാജാവിനെ എന്താ ചെയ്തു? അപമാനിച്ചു. രാജാവിനെ അപമാനിച്ചു. ഇപ്പം നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കണേ. നമ്മൾക്ക് നിങ്ങളെ ആരെങ്കിലും കളിയാക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കളിയാക്കുവോ? എന്തിനെങ്കിലും കളിയാക്കുവോ? നീ പാട്ട് പാടത്തില്ലെന്ന് പറഞ്ഞ് കളിയാക്കുവോ? നീ പഠിക്കത്തില്ലെന്ന് പറഞ്ഞ് കളിയാക്കുവോ? നീ ചേച്ചിയാന്നും പറഞ്ഞ് കളിയാക്കുവോ? അങ്ങനെ എല്ലാവരും നമ്മളെ കളിയാക്കത്തില്ലേ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കത്തില്ലേ? നിങ്ങൾ ഇപ്പോൾ യേശുപ്പച്ചാട് അന്നേരം നിങ്ങൾ എന്നാ ചെയ്യണം? യേശുപ്പച്ച എനിക്ക് സഹായം ചെയ്യണമെന്ന് പറയണം. എന്നാണെന്നറിയാമോ? യേശുപ്പച്ചായെ എല്ലാവരും ഇതേപോലെ കളിയാക്കി. യേശുപ്പച്ചായെ എല്ലാവരും അതുപോലെ കളിയാക്കി. നമ്മൾ കളിയാക്കുമ്പോൾ നമുക്ക് ആരോട് പ്രാർത്ഥിക്കാൻ പറ്റും? യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മളെ ആരെങ്കിലും കളിയാക്കുമ്പോൾ നമുക്ക് ആരോട് പ്രാർത്ഥിക്കാൻ പറ്റും? യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മളെ ആരെങ്കിലും അപമാനിക്കുമ്പോൾ നമ്മുടെ ടീച്ചർമാർ നമ്മളെ അപമാനിക്കത്തില്ലേ? ചിലപ്പം നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയത്തില്ലേ? അന്നേരം നമുക്ക് ആരോട് പ്രാർത്ഥിക്കാൻ പറ്റും? യേശുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റും. നമ്മുടെ ടീച്ചർമാർ ചിലപ്പോൾ നിന്നെ പോലത്തെ ഒരു മണ്ടൻ കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയത്തില്ലേ? അന്നേരം നമുക്ക് വേദന ഉണ്ടാവുമോ? അന്നേരം നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? കരച്ചിൽ വരുമോ? നമുക്ക് കരച്ചിൽ വരും. അങ്ങനെ കരച്ചിൽ വരുമ്പോൾ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? യേശുപ്പച്ചായോട് പ്രാർത്ഥിക്കാൻ പറ്റും. ഇനിയും യേശുപ്പച്ചായോട് നിങ്ങൾ എന്നാ ചെയ്യണം? സ്കൂളിൽ പോകുമ്പോൾ യേശുപ്പച്ചായോട് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എന്നാ ചെയ്യണം? പ്രാർത്ഥിക്കണം. യേശുപ്പച്ചായോട് നിങ്ങൾ എന്നാ ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്നാ ചെയ്യണം? പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത് അറിയാമോ? യേശുവിന് എന്തിനാ മുൾക്കിരീടം വന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യേശുവിന് എന്തിനാ മുൾക്കിരീടം വന്നതെന്ന് അറിയാമോ? നമ്മുടെ അപമാനങ്ങളെല്ലാം മാറാൻ. നമ്മുടെ അപമാനങ്ങളെല്ലാം യേശുപ്പച്ചായ്ക്ക് എന്നാ ചെയ്തു? യേശു മുൾക്കിരീടം ഏറ്റെടുത്തു. അപ്പം നമുക്ക് അപമാനമുണ്ട്. നമ്മൾ ചിലപ്പം പഠിക്കാത്തതിന് നമ്മളെല്ലാവരും അപമാനിക്കും. നമുക്ക് ഇച്ചിരി സ്വഭാവമുള്ളപ്പോൾ നമ്മളെല്ലാവരും അപമാനിക്കും. നമ്മൾ തെറി വിളിക്കുമ്പോൾ നമ്മളെന്നാ ചെയ്യും? നമ്മളെല്ലാവരും അപമാനിക്കും. അങ്ങനെ എല്ലാവരും നമ്മളെ അപമാനിക്കും. യേശു എന്നാ ചെയ്യും? നമ്മളെ സ്നേഹിക്കും. എല്ലാവരും നമ്മളെ അപമാനിക്കുമ്പോൾ യേശു എന്നാ ചെയ്യും? നമ്മളെ സ്നേഹിക്കും. എല്ലാവരും നമ്മളെ അപമാനിക്കുമ്പോൾ യേശു നമ്മളെ സ്നേഹിക്കും. അങ്ങനെ യേശു സ്നേഹിക്കുമ്പം നിങ്ങൾ വിശ്വസിക്കണം, എനിക്ക് യേശു എന്നാ ചെയ്തു? എനിക്ക് ബുദ്ധി തരാനായിട്ട് യേശുവിൻ്റെ ബുദ്ധിയിൽ, യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. എനിക്ക് ബുദ്ധി തരാൻ, എനിക്ക് കഴിവ് തരാൻ, എനിക്ക് എബിലിറ്റി തരാൻ യേശുപ്പച്ച എന്നാ ചെയ്തു? തലയിൽ മുൾക്കിരീടം വെച്ചു. നമ്മളെല്ലാം ബുദ്ധിയും കൊണ്ടല്ലേ പാപം ചെയ്യുന്നേ? ആദ്യം അല്ലേ? ബുദ്ധിയും കൊണ്ടല്ലേ നമ്മൾ പാപം ചെയ്യുന്നേ? ബുദ്ധിയും കൊണ്ടല്ലേ നമ്മൾ ഒരാളെ അടിക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നേ? ബുദ്ധിയും കൊണ്ടല്ലേ നമ്മൾ എല്ലാവരോടും ഫൈറ്റ് ചെയ്യുന്നേ? ബുദ്ധിയും കൊണ്ടല്ലേ നമ്മളെല്ലാവരെയും തെറി വിളിക്കുന്നേ? അല്ലേ? നമ്മുടെ ബുദ്ധിയും കൊണ്ടല്ലേ നമ്മൾ പാപം എല്ലാം ചെയ്യുന്നേ? കൂട്ടുകാരെ ഇച്ചേച്ചി പറയുന്ന എല്ലാം ബുദ്ധിയും കൊണ്ടല്ലേ? അപ്പോൾ അത് നമ്മൾ ഇനിയും ചെയ്യാൻ പാടുണ്ടോ?
ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കണം, എനിക്ക് പകരമായിട്ട് യേശു എന്നാ ചെയ്തു? മുൾക്കിരീടം തലയിൽ വെച്ചു. എനിക്ക് പകരമായിട്ട് യേശു മുൾക്കിരീടം തലയിൽ വെച്ചു. നമുക്ക് പകരമായിട്ട്. അപ്പം പാപം ചെയ്യുന്നവൻ എന്നാ ചെയ്യണം? അടിക്കണം, അല്ലേ? പാപം ചെയ്താൽ നമ്മുടെ വീട്ടുകാർ നമ്മളെ അടിക്കത്തില്ലേ? പക്ഷെ നമ്മൾ പാപം ചെയ്തപ്പം നമ്മുടെ വീട്ടുകാർ നമ്മളെ അടിക്കുന്നതിന് പകരം നമ്മൾ യേശുവിനെ അടിച്ചു. നമ്മൾ എന്നാ ചെയ്തു? യേശുവിനെ അടിച്ചു. നമ്മളെങ്ങനെ യേശുവിനെ അടിച്ചത്? യേശുവിനെ അടിച്ചു കൊന്നു. നമ്മൾ യേശുവിനെ അടിച്ച് കൊന്നു. യേശുവിൻ്റെ ശരീരത്തിൽ അടി കൊടുത്തു. യേശുവിൻ്റെ ശരീരത്തിൽ ആണി കൊടുത്തു. യേശുവിനെ നമ്മൾ അടിച്ച് അപമാനിച്ച് കൊന്നു. ഇപ്പം നമുക്ക് യേശുവിനെ നമുക്ക് യേശുവിനെ അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമോ? എന്നെ ഒത്തിരി യേശു സ്നേഹിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു എന്നെ ഒത്തിരി സ്നേഹിച്ചു. അപ്പം നമ്മൾ യേശുവിനെ എന്നാ ചെയ്യണം? സ്നേഹിക്കണം. യേശുവിന് നമ്മുടെ സ്നേഹം വേണം. യേശുവിന് നമ്മുടെ എന്നാ വേണം? സ്നേഹം വേണം. യേശുവിൻ്റെ സ്നേഹം നമുക്ക് എങ്ങനെ യേശുവിന് തിരിച്ചു കൊടുക്കാൻ പറ്റും? യേശുവിൻ്റെ സ്വഭാവം പോലെ നമ്മൾ മാറണം. യേശുവിൻ്റെ സ്വഭാവം പോലെ നമ്മൾ മാറണം. യേശുവിൻ്റെ സ്വഭാവം പോലെ നമ്മൾ മാറണം. ഇപ്പം നിങ്ങളെല്ലാവരും മുട്ടുകുത്തി നിൽക്കാൻ പോവാ. നമ്മൾ എല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാമോ? എല്ലാവരും മുട്ടുകുത്തി നിന്നാട്ടെ. എല്ലാവരും മുട്ടുകുത്തി നിൽക്കാം. ഓക്കെ, നമ്മുടെ തീം സോങ് നമുക്ക് പാടാമോ? സ്നേഹിതൻ സ്നേഹവാനാണവൻ. കൂട്ടുകാരെ, നമ്മളെല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നമ്മളെ സ്നേഹിച്ച സ്നേഹത്തെക്കുറിച്ച് കേൾക്കുകയായിരുന്നു, അല്ലേ? കേട്ടോ നിങ്ങൾ? യേശു കാൽവരിയിൽ മരിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? മുൾക്കിരീടം അണിയിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? യേശുവിൻ്റെ കയ്യിൽ ആണിയടിച്ചത് ആർക്ക് വേണ്ടിയായിരുന്നു? അതെ, നമ്മുടെ കയ്യിൽ ആണിയടിക്കേണ്ട സ്ഥാനത്ത് യേശുവിൻ്റെ കയ്യിൽ ആണിയടിച്ചു, അല്ലേ? അങ്ങനെയാണെങ്കിൽ യേശു എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു. ആ കർത്താവിനെ മാത്രം ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ കണ്ണുകളൊന്ന് അടച്ച് ഈ ഗാനത്തിൻ്റെ വരി ഒന്ന് ചേർന്ന് പാടാൻ കഴിയുമോ? എനിക്ക് ഉണ്ട് ഒരു ഉത്തമ സ്നേഹിതൻ, സ്നേഹവാനാണവൻ എന്ന ആ മനോഹരമായ ഗാനത്തിൻ്റെ വരികൾ നമുക്കൊന്ന് ചേർന്ന് പാടാം. സ്നേഹിതൻ സ്നേഹവാനാണവൻ. സ്വന്ത ജീവനെ തന്നു സ്നേഹിച്ചു. എൻ സ്നേഹവാനാണവൻ. എനിക്കുണ്ടൊരു ഉത്തമ സ്നേഹിതൻ, സ്നേഹവാനാണവൻ. സ്വന്ത ജീവനെ തന്നു സ്നേഹിച്ചു. എൻ സ്നേഹവാനാണവൻ. എന്റെ സ്നേഹിതൻ യേശുവാ, എന്റെ പ്രാണൻ യേശുവാ, എന്റെ ജീവൻ യേശുവാ, എന്റെ സർവ്വവും യേശുവാ. എന്റെ സ്നേഹിതൻ
ആ യേശുവിൻ്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ? നമുക്ക് എല്ലാവർക്കും സ്വസ്ഥാനങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാപമെല്ലാം ക്ഷമിച്ചവൻ, എന്നെ ആഴമായി സ്നേഹിക്കുന്നു. അങ്ങയ്ക്കായി ഞാൻ ജീവിക്കുന്നു. ക്രൂശിൽ എനിക്കായി മരിച്ചവൻ, പാപമെല്ലാം ക്ഷമിച്ചവൻ. ആ കരങ്ങളൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ഒരുമിച്ച് ആ കരമെല്ലാം ഉയർത്തി പാടാമോ? അങ്ങയ്ക്കായി ഞാൻ ജീവിക്കുന്നു. എന്റെ സ്നേഹിതൻ യേശുവാ, എന്റെ പ്രാണൻ യേശുവാ, എന്റെ ജീവൻ യേശുവാ, എന്റെ സർവ്വവും യേശുവാ, എന്റെ സ്നേഹിതൻ യേശുവാ, എന്റെ പ്രാണൻ യേശുവാ, എന്റെ ജീവൻ എന്റെ ജീവൻ യേശുവാ, സർവവും എന്റെ സർവ്വവും യേശുവാ, എന്റെ സർവ്വവും യേശുവാ. ആമേൻ. സ്തോത്രം. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൈകൾ വീണ്ടും ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ഏറ്റുപറയണം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ നല്ല സ്നേഹിതനാണ്. യേശുവേ, അവിടുത്തെ കാൽവറി മരണത്തിൽ കൂടെ ഞങ്ങളുടെ പാപങ്ങളെയെല്ലാം നീ ക്ഷമിച്ചു. ദൈവമേ, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകകുമാരനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പാപം ചെയ്യുന്ന മക്കളായിരിക്കുമ്പോഴും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത കൃപയ്ക്ക് നന്ദി. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഞങ്ങളുടെ കർത്താവാണ്, ദൈവമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്കായി സമർപ്പിക്കുന്നു, അങ്ങേക്കായി സമർപ്പിക്കുന്നു, നന്മയ്ക്കായി സമർപ്പിക്കുന്നു, നല്ല ജീവിതത്തിനായി സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങളുടെ സമൂഹത്തിൽ നല്ല മക്കളായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവത്തിൻ്റെ നല്ല മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വില്ലേജിനെ അനുഗ്രഹിക്കണം. ദൈവമേ, ഞങ്ങളുടെ ഈ ദേശത്ത് അങ്ങ് രാജാവായി ഇരിക്കണം. ഞങ്ങളുടെ വീട്ടിൽ
അങ്ങ് രാജാവായിരിക്കണം. ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Thank you, Pastor. Thank you. Hello? Hello? ஹாய் நான் சொல்ல சொன்னேன். என்ன சொல்ல சொன்னேன்? ஹலோ? இந்த கை எடுத்துக்கோங்க. எல்லாருக்கும் சந்தோஷமா? இப்படி ஆட்டுங்க பார்க்கலாம். எல்லாருக்கும் சந்தோஷமா? பின்னாடி இருக்கிறவங்களா? யாருக்கா தேசியமா? யாருக்கா ரொம்ப கோவமாக இருக்கீங்களா இன்னைக்கு? ஓகே, நம்ம ஹல்லேலூயா சொல்லலாமா? ஓகே, ஹலோ, அல்லேலூயா, ஹலோ. ஓகே, இப்போ வந்து பெரியவங்க மாத்திரம் சொல்ல போகிறாங்க. ஓகே, இப்போ மட்டும் பெரியவங்க மட்டும் நம்மளாம் சொல்லக்கூடாது, அவங்களாம் ஏமாத்துறாங்க. ஓகேவா? ஓகேவா? பின்னாடி இருக்கிறவங்க மாத்திரம் சொல்லாமா? ஹலோ, ஹலோ, அல்லேலூயா. சாப்பிட போகிறோம். இவ்வளோ இப்படி இல்லாமல் இருக்கீங்களே, நல்ல சத்தமாக இவங்களா நம்மளான்னு பார்க்கலாமா? ஓகே, ஹலோ. ஓகே, சூப்பர், பரவாயில்ல, ஏதோ இருக்கீங்க. நம்மளாம் பண்ணி பார்க்கலாமா? நம்ம யாருன்னு காமிக்கலாமா? ராஜாவுடைய பிள்ளைங்க இல்லை, எல்லாம் அப்படி பண்ணலாமா? ஓகே, ஹலோ. நாங்கள் தான் இல்லை. ஓகே, இப்போ பஞ்சாபி அல்லேலூயா சொல்லிடுமா ஒரே ஒரு தடவை? ஓகே, எல்லாருக்கும் பஞ்சாபி அல்லேலூயா பிடிச்சிருக்கா? பிடிச்சிருக்கா? இன்னைக்கு கிளாஸ் வந்து சாப்பிட்டுட்டு நேற்றுலாம் எதுக்கு எல்லோரும் போயிட்டீங்க? ஏன் போயிட்டீங்க? யார் போக சொன்னா? யார் போக சொன்னான்னு சொல்லுங்கள், கேட்கலாம். யார் போக சொன்னா? டீச்சர் மாதிரி தான். உங்கள் மேலே தானே குற்றம். டீச்சர் மாதிரி தானே போக சொல்லியிருக்கீங்க. நீங்கள் தானே போக சொன்னீங்க. ஆமாம், டீச்சர் மாதிரி தான் போக சொல்லிட்டீங்க. ஓகே, இன்னைக்கு சாப்பிட்டுட்டு அரை மணி நேரத்தில் எல்லோரும் வந்துடலாமா? 1 ஹவரில் வந்துடலாமா? எவ்வளோ சீக்கிரமாக சாப்பிட முடியுமோ அவ்வளோ சீக்கிரமாக சாப்பிட்டுட்டு சீக்கிரமாக வந்தீங்கன்னா இன்றைக்கி நமக்கு ஒரு 3:30 மணி வரைக்கும் இருக்குது. ஓகேவா? எல்லாருக்கும் எத்தனை பேருக்கு சந்தோஷம்? ஓகே, சரி, கடைசியில் ஒரே தடவை அல்லேலூயா சொல்லிட்டு முடிச்சிருவோமா? ஓகே, சொல்லலாமா? ரெடியா? கையெல்லாம் கீழே கொண்டு வாங்க. எப்படி நான் சொல்லி காமிச்சுவா? அல்லே, கீழேந்து வந்து மேலே வரும்போது சத்தம் அதிகரிச்சு அதிகரிச்சு அடிச்சு அதிகரிச்சு லாஸ்ட்டில் முடிச்சிடும். ஓகேவா? ஓகேவா? ஆரம்பிக்கலாமா? அவங்க எல்லாம் கை கீழே கொண்டு வாங்க. அல்லே, லூயா. ஓகே,